മമ്മൂട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ മമ്മൂട്ടി ഞാൻ നോക്കിക്കോളാം നിങ്ങൾ ആരാന്നിട്ട് ചോദിച്ചിട്ടുള്ളൂ. അങ്ങനല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ കൂടെ നിൽക്കണ്ട, നിങ്ങൾ മാറി നിൽക്കൂ എന്ന്. ഞാൻ അവിടെ ഇല്ലേ? ചിലപ്പോ നിങ്ങൾക്ക് ധാരണ ഉണ്ടാവും, നിങ്ങൾക്ക് ഭയങ്കര വിവരമുണ്ട്, നമുക്ക് വിവരമില്ല. ഞങ്ങൾ അങ്ങനെ വിചാരിച്ചില്ല. കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ ഒരു ജനപ്രതിനിധിയാണ് റഫീഖിന്റെ സ്ഥാനത്ത് നിന്നതെങ്കിലോ. പി കെ ബഷീറാണെങ്കിൽ ഞാൻ അപ്പം അങ്ങോട്ട് തിരിച്ച് മറുപടി ചോദിക്കും. ഇതെന്ത് പരിപാടി അപ്പം ചോദിക്കും. പി കെ ബഷീറിന്റെ ശൈലി അപ്പം വേറെ ആയിരിക്കും. ഓരോരുത്തരൊക്കെ ഒരു സ്വഭാവമില്ലേ, എല്ലാരും 100 വാപ്പാല മക്കളല്ലേ. അങ്ങനെ പൊന്നാര CMA അതായത് നമ്മളൊരു ബഹുമാനം കൊണ്ടും ഇഷ്ടം കൊണ്ടുള്ള ഒരു വിളിയാണ്. മത്സരിക്കണം അത്ര ആഗ്രഹമുണ്ട്. ചോദിക്കും ഏറ്റവും ശക്തനായ ഒരു എതിരാളി ആരായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്നത്? എന്നെ കൊണ്ട് തന്നെ പറയിച്ചോ. 3 ടേം MLA ആയ PK ബഷീർ സാഹിബിനെ ഒരു മന്ത്രിയെ കാണാനുള്ള ഭാഗ്യം തലയില വരെ ശരിയാണെങ്കിലൊക്കെ നടക്കും. പ്രിയങ്ക വഴി എന്തോ ഒരു സീറ്റ് നേടാൻ ശ്രമം എന്നൊക്കെ കേൾക്കുന്നു. അതിന് പോയിട്ട് വാപ്പാനോ ആനല്ലേ. ഒരു വെട്ടി തുറന്ന് പറഞ്ഞൊരു കാര്യം കുറെ നാളൊരു വിവാദമായിട്ട് വന്നിട്ടുണ്ട്. ചോദിച്ചു വാങ്ങിയല്ലേ. അങ്ങനെ ഭക്ഷണപ്രിയരായ നേതാക്കളാണോ UDF-ലുള്ളത്? അതൊക്കെ അങ്ങനെ തന്നെ നടക്കുള്ളൂ. മീറ്റിംഗ് ഉണ്ടാവും, മീറ്റിംഗ് ഉണ്ട്. ഒരു തുരങ്കപാതക്ക് 3 ഉദ്ഘാടനം, അതിന്റെ എത്ര പരസ്യമായി. ഇപ്പൊ പാറ പൊട്ടിക്കണേന് ഉദ്ഘാടനം. അങ്ങനെയാണല്ലേ UDF-ന് PR വർക്കിന് ഫണ്ട് മാറ്റി വെച്ചിട്ടില്ല? പാർട്ടി വേറെ വെക്കണം, അല്ലാതെ നാട്ടുകാർ പൈസ കണ്ടല്ല PR വർക്കർ അടുത്തത്. സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. വനിതാ MLA ഉണ്ടാവും. അത് ജനങ്ങൾ തിരഞ്ഞെടുക്കട്ടെ. എന്നാലും കുട്ടി എന്നെ കൂടെ പറഞ്ഞു അങ്ങനൊന്നും പറയണ്ട. ഏറനാടിന്റെ ഖൽബില് ബഷീർ സാഹിബ് തന്നെയാണോ? അല്ല, നാട്ടുകാർക്ക് ഇഷ്ടണ്ടായിട്ടാണല്ലോ ഞാൻ 3 പ്രാവശ്യം ജയിപ്പിച്ചത്. ഒരു ലീഗിന്റെ മുഖ്യമന്ത്രി ആയിരുന്നോന്ന് ആഗ്രഹമില്ലേ? എന്റെ കയ്യിൽ നിന്ന് കിട്ടൂല. എന്ത് വിചാരിച്ചിട്ട് കാര്യം. നമുക്ക് ഇന്നൊരു MLA-നെ കിട്ടിയിട്ടുണ്ട്. വലിയ വലിയ ബന്ധങ്ങളിലേക്ക് പോവുകയാണ് പൊളിറ്റിക്കൽ ടീ. ഏറനാടിന്റെ ഒരു പുലിക്കുട്ടിയെ നമ്മൾ അതിന്റെ മടയിൽ നിന്ന് പിടിച്ച് ഇവിടെ ഇങ്ങനെ കൊണ്ടിട്ടിട്ടുണ്ട്. നിയമസഭയിൽ തീപ്പൊരി പ്രസംഗങ്ങളും അതിനേക്കാൾ ഉപരി ഏറനാടിന്റെ ഏറെ പ്രിയപ്പെട്ട MLA-യുമായ ബഹുമാനപ്പെട്ട PK ബഷീർ സാഹിബാണ് ഇന്ന് നമ്മോടൊപ്പം. വെൽക്കം ടു പൊളിറ്റിക്കൽ ടീ. വെൽക്കം പറ. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു പരിപാടിയിൽ ഇത് ആദ്യമായിട്ടായിരിക്കും? അതെ, ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ ആദ്യമായിട്ടാണ്. ഒരുപാട് ചാനൽ ചർച്ചകൾ നമ്മൾ അത്ര സജീവമായിട്ട് ഇപ്പൊ കാണാറില്ല. ഞാൻ അധികം ചാനൽ ചർച്ചയ്ക്ക് പോകാറില്ല. അതെന്തുകൊണ്ടാ പോവാത്തെ? അതല്ല, അത് അവിടെ നിൽക്കുന്ന ആങ്കർ ജഡ്ജി നമ്മൾ പ്രതിയാണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം പോകില്ല. കാരണം നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചാനലിൽ പറയുന്നുണ്ട്, അല്ലാതെ ഡിസ്കഷനിൽ ഞാൻ പോകാറില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നിയമസഭേൻ്റെ കാര്യമാണല്ലോ ഇൻട്രോയിൽ പറഞ്ഞത്. അപ്പോൾ ഈ പൊന്നാര CMA, എൻ്റെ ഷംസീറെ, നിങ്ങൾ സുന്ദരനാണ്, നിങ്ങൾ ഉഷാറാണ്, ഈ വക പ്രയോഗങ്ങളാണ് നമ്മളിങ്ങനെ കേട്ടു വരാറുള്ളത്. അപ്പോൾ ഈ ഒരു ശൈലി തുടർന്ന് പോരുന്നതിൽ ആരെങ്കിലും ഇപ്പം എന്തെങ്കിലും പറയുന്നുണ്ടോ? ഈ ശൈലി ഒന്ന് മാറ്റി പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്? ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടാവുമല്ലോ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ വാപ്പ സീതിയാജി എന്ന് പറയുന്നതും ഏറനാട് ശൈലി തന്നെയാണ് പ്രസംഗിച്ചത്. നമ്മൾ ഏതാണോ നമ്മൾ പെറ്റുകൂട നാട്, അവിടുന്ന് നമ്മുടെ സംസ്കാരം, നമ്മളെ ഭാഷ, കാര്യങ്ങൾ അത് പറയാമെന്നുള്ളതേ ഉള്ളൂ. അത് ജനങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ അവരുടെ കാര്യങ്ങൾ പറയാമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നത് ചിലപ്പം വലിയൊരു ശുദ്ധ മലയാളം ആവില്ല, പക്ഷേ എനിക്ക് അതിലറിയാം. ഞാൻ പറയുന്നതിൽ എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, അത് ജനങ്ങൾ കേട്ടോളൂന്ന് അറിയാം. അപ്പോൾ അത് കാരണം ശൈലി തന്നെ അത് പ്രസംഗിക്കും. അതിന് പിന്നെ മാറ്റണം എന്ന് പറഞ്ഞാൽ മാറ്റാൻ പറ്റില്ല, എല്ലാം മാറ്റാൻ വൈകില്ലല്ലോ. ഞാൻ ഈ പറഞ്ഞ പോലെ പൊന്നാര CMA, ഈ പൊന്നാര CMA എന്നുള്ളൊരു വിളി ഭയങ്കര സ്നേഹത്തോടു കൂടിയുള്ള ഒരു വിളിയായിട്ട് നമ്മൾ ഭയങ്കര തീപ്പൊരി എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിരിക്കും പോകുന്നത്. അതായത് എൻ്റെ പൊന്നാര CMA, ശരിക്കും അതൊരു സ്നേഹം കൊണ്ടുള്ള വിളിയാണോ അതോ അതായത് നമ്മളൊരു ബഹുമാനം കൊണ്ടും ഇഷ്ടം കൊണ്ടുള്ള ഒരു വിളിയാണ്. മലപ്പുറത്ത് നമ്മൾ ഏറനാട് ഭാഗങ്ങളിലൊക്കെ ഈ പൊന്നാര എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ സ്നേഹത്തിൽ ബഹുമാനത്തിൽ വിളിക്കുന്ന ഒരു വിളിയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വരികയാണ്, അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്ത് പോവല്ല. അപ്പോൾ നമ്മൾ വരുന്ന ആ സമയത്തുള്ള ഒരു ഇംപ്രഷൻ നമ്മൾ പറയും. സ്ക്രിപ്റ്റഡ് അല്ല, ശുദ്ധമാണ്, വിശ്വസിക്കാം. മത്സരിക്കുന്നില്ല ഇത്തവണ? നമ്മള് മണ്ഡലം മാറും എന്നൊക്കെ ഒരു അപശ്രുതി അവിടെ ഇവിടെ ആയിട്ട് കേൾക്കുന്നുണ്ട്. മത്സരിക്കും, പാർട്ടി സ്ഥാനാർത്ഥി തന്നാൽ മത്സരിക്കും, അത് ഉറപ്പാണ്. പേരനാട് തന്നെ ആയിരിക്കും അതോ? ആഗ്രഹം അതായിരിക്കുമല്ലോ. കാരണം നമ്മൾ 3 ടൈമായിട്ട് അവിടെ നിൽക്കുന്നതാണ്, സ്വന്തം നാടും ചുറ്റുപാടുമാണ്, ആളുകളായിട്ട് കുറേ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. മത്സരിക്കാൻ അവസരം കിട്ടിയാൽ ഏറനാടായാലും ഒന്നുകൂടി സൗകര്യമായി. പ്രിയങ്ക വഴി എന്തോ ഒരു സീറ്റ് നേടാൻ ശ്രമം എന്നൊക്കെ കേൾക്കുന്നു. കിംവദന്തിയാണോ? അതിന് പോയിട്ട് വാപ്പാനോ ആനല്ലേ. എനിക്ക് അതിന് സ്വന്തമായൊരു വ്യക്തിത്വം, എൻ്റെ സ്വന്തമായൊരു പാർട്ടി ഉണ്ട്. എനിക്കൊരു സീറ്റ് കിട്ടാൻ വേണ്ടി കാണും വേറൊരു പാർട്ടിൻ്റെ നേതാവിനെ സമീപിക്കേണ്ട ഒരു ഗതി കേൾക്കുന്നു. ഞാനും എത്തിയിട്ടില്ല. എൻ്റെ പാർട്ടി തന്നെ എനിക്ക് 100% വിശ്വാസം, എൻ്റെ നേതാക്കന്മാരുടെ 100% വിശ്വാസം. അല്ല, ഈ 3 ടേം വ്യവസ്ഥ ഉണ്ടല്ലോ, അപ്പം അതൊന്നുമില്ല. അതിപ്പോൾ നിങ്ങൾ പത്രക്കാരുണ്ടാക്കുക, അത് പാർട്ടി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. പരിചയസമ്പത്തും കഴിവും പുതുമുഖങ്ങളും എല്ലാവരെയും ഉൾക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി
അപ്പൊ കിട്ടുന്ന നല്ല പ്രതീക്ഷയുണ്ട്, കഴിവുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷ പ്രതീക്ഷയാണോ വേണ്ടത്? ജീവിതത്തിൽ പ്രതീക്ഷ ഉണ്ടെങ്കിലല്ലേ മുന്നോട്ട് പോയുള്ളൂ. നിങ്ങളൊരു പരീക്ഷ ചെയ്താണെങ്കിൽ ജയിക്കുന്നൊരു പ്രതീക്ഷ ഉണ്ടാകണ്ടേ? മത്സരിക്കണം എന്ന് അത്ര ആഗ്രഹമുണ്ട്. ആർക്കല്ലാത്ത വെറുതെ ആണ് പറയുന്നല്ലാത്ത. ഏറനാട് 3 കൊല്ലൊക്കെ ആയില്ലേ, ഒന്ന് 3 കൊല്ലല്ല 3 പ്രേമം. ഒന്ന് മാറിക്കൊടുക്കാല്. അല്ല, അതിപ്പോ മാറേണ്ട സമയം വരുമ്പോൾ മാറിയാൽ മതിയല്ലോ. അതൊക്കെ പാർട്ടി തീരുമാനിക്കുമല്ലോ, ജനങ്ങളും ഈ തീരുമാനിക്കും. പറഞ്ഞ പോലെ കഴിവും ഊർജ്ജസ്വലതയുമുള്ള ഒരു യുവ നേതാവിന്റെ കൂട്ടത്തിൽ ഇപ്പോഴും പി കെ ബഷീർ എം.എൽ.എനെ മാറ്റി നിർത്തേണ്ട ഒരു കാര്യം വന്നിട്ടില്ലല്ലേ? അങ്ങനൊന്നും പറയണ്ട. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കഴിവ് പ്രാപ്തിയില്ല. ഇവിടെ ഇപ്പോൾ ചോദിച്ചത് എന്താണ്, മത്സരിക്കുന്നുണ്ടോ? ശരി, ഞാൻ പറഞ്ഞു ആഗ്രഹം ഉണ്ടെന്നാണ്. പിന്നെ പാർട്ടി തീരുമാനിക്കും. പാർട്ടി നമ്മുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടിയാണ്. പാർട്ടി മഞ്ചേരിയിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞാലോ? അത് ഞാൻ പറഞ്ഞത് പാർട്ടി തീരുമാനിച്ചാൽ മഞ്ചേരി മത്സരിക്കും. പാർട്ടി എന്താ തീരുമാനിക്കുന്നത്, പാർട്ടി എന്താ വേണ്ടത് ഞാൻ കേൾക്കും. ഞാൻ പാർട്ടിക്ക് വിധേയന, എൻ്റെ വന്ദനായ പിതാവ് സീതിയാജ് പാർട്ടിക്ക് വിധേയനായിരുന്നു. ആ ഒരു പാരമ്പര്യമാണ് എനിക്കുള്ളത്. MK മുനീർ വീണ്ടും മത്സരിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെ മോശമാണ്. ഒരു സ്ഥാനാർത്ഥിയാവാനുള്ള മുനീർ സാധ്യതയുണ്ട്. പ്രാപ്തനാണല്ലോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അതിന് ആര് മത്സരിക്കണം, എങ്ങനെ മത്സരിക്കണം ഒക്കെ തീരുമാനിക്കുന്നത് പാർട്ടി നേതൃത്വമാണ്. പാണക്കാട് ചെയ്ത് സാധിക്കൽ ഷിഹാബ് തങ്ങളാണ് നമ്മുടെ പാർട്ടിയുടെ അനുശേദനായ നേതാവ്. അവർ ഇവിടെയാണ് തീരുമാനിക്കുക. MK മുനീർ പ്രാപ്തനാണെന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യ നില വെച്ചിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റുമോ? മുനീർ കഴിവും പ്രാപ്തിയുള്ള ആളായിരുന്നല്ലോ, പ്രാപ്തിയുള്ള ആളാണല്ലോ. അല്ല, കഴിവും പ്രാപ്തിയും എന്നല്ല, നമുക്ക് ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾ, അതായത് MK മുനീർ മത്സരിക്കുന്നു എന്നറിയുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാണ്, അദ്ദേഹത്തിന് മാറി നിന്നുകൂടെ എന്നുള്ള ചോദ്യങ്ങൾ പല രീതിയിൽ നിന്ന് ഇങ്ങനെ ഉയരുന്നുണ്ട്. അപ്പോൾ ആരോഗ്യനില കണക്കാക്കി ഒന്ന് മാറി നിൽക്കാം എന്നൊരു ആരോഗ്യമല്ല, ആളുകളുടെ ഊർജ്ജസ്വലതയും കാര്യങ്ങളും അത് അവനവൻ്റെ മാനസിക അവസ്ഥയാണ്. അവനൊരു മനക്കരുത്തുണ്ടെങ്കിൽ നമുക്കെന്ത് നേരിടാമല്ലോ. ഈ ആരോഗ്യം മനക്കരുത്തിന് ബാധിക്കത്തില്ലേ? അത് 2 വശമുണ്ടല്ലോ. ഈ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ശരീരമാണോ മനസ്സാണോ മനക്കരുത്താണോ ഒക്കെ ഉണ്ടല്ലോ. ചിലർക്ക് നല്ല ഊർജ്ജസ്വലത ഉണ്ടാവുമല്ലോ, നല്ല മനക്കരുത്തുണ്ടാവുമല്ലോ. ഇത്തവണ UDF വമ്പിച്ച വിജയത്തോടെ വരുമോ അധികാരം? 100% ഐക്യജനാധിപത്യത്തിൻ്റെ 100 സീറ്റുമായി കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചു വരും. അങ്ങനെയാണെങ്കിൽ 3 ടേം MLA ആയ PK ബഷീർ സാഹിബിനെ ഒരു മന്ത്രിയെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടാവുമോ? അതൊക്കെ നമ്മൾ ജയിച്ച് വന്നിട്ട് അതിൻ്റെ എല്ലാ ഘടകങ്ങളും പരിശോധിച്ചിട്ട് ഒക്കെ ഉണ്ടാക്കും. തലയിലെ വരെ ശരിയാണെങ്കിലൊക്കെ നടക്കും. അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏത് വകുപ്പായിരിക്കും? ഈ ശിവൻകുട്ടിയെ പോലൊരു ജനപ്രിയ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആയിട്ട് വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഞാനൊരു വിദ്യാഭ്യാസ ആദ്യം മന്ത്രി അധികാരത്തിൽ വരട്ടെ, വന്നിട്ട് പാർട്ടി തീരുമാനിക്കട്ടെ, അപ്പോൾ കിട്ടണം, അപ്പോൾ ആലോചിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ എല്ലാം കൂടി നമ്മൾ ആലോചിക്കണ്ടല്ലോ, എല്ലാം കൂടി ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഒരു ആഗ്രഹം പറയുന്നതിന് നമുക്ക് കുഴപ്പമില്ലല്ലോ. ആഗ്രഹം പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, ഏത് വകുപ്പാന്നില്ലല്ലോ. ആദ്യം നമ്മൾ ജയിച്ച് മുന്നണി അധികാരത്തിൽ വന്നിട്ട് ഒക്കെ വേണ്ടേ. പിന്നെ ഇപ്പം നമുക്ക് ആഗ്രഹിക്കാം, പലതും നമുക്ക് ആഗ്രഹിക്കാം. പിന്നെ അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിച്ചവൻ്റെ വിജയം വരും. അതെ, ഇത്രയും വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ അത് താങ്കൾ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയത്തിൽ ശത്രുവില്ല, എതിരാളിയാണ്. ഏറ്റവും ശക്തനായ ഒരു എതിരാളി ആരായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്നത്? അല്ല, നമ്മളിപ്പോൾ രാഷ്ട്രീയ പാർട്ടി നിൽക്കുക, നമ്മൾ പാർട്ടിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളി CPM ആണല്ലോ. CPM നമ്മൾ വ്യക്തിയല്ലല്ലോ, നമ്മുടെ ആശയങ്ങൾ തമ്മിലെ വ്യത്യാസമുണ്ട്. മുന്നണികൾ തമ്മിലെന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിൽ വന്നാൽ അവരുടെ നയങ്ങളെയാണ് നമ്മൾ എതിർക്കുന്നത്, നമ്മുടെ വ്യക്തിയല്ല എതിർക്കുന്നത്. ഇപ്പോഴത്തെ കാലത്തൊക്കെ വെച്ചാൽ എല്ലാവർക്കും ഒരു വ്യക്തി വിരോധം എന്നാ, അതല്ല, ആശയമാണ്. പിന്നെ രാഷ്ട്രീയത്തിന് ശത്രുതല്ല, നമ്മളെ എതിരാളിയുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്കൊരാശയം ഉണ്ടാവും, നിങ്ങൾക്കൊരാശയം ഉണ്ടാവും, പക്ഷേ അത് നിങ്ങളുടെ ആശയം പറയാം, ഞാൻ എൻ്റെ ആശയം പറയാം. പിന്നെ ബാക്കി പിന്നെ പൊളിറ്റിക്സിലാകുമ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തീരുമാനിക്കും. അങ്ങനെ നിയമസഭയിൽ പറഞ്ഞ പല ആശയങ്ങളും പിന്നീട് ഒരു വിവാദ രൂപത്തിൽ ഇങ്ങനെ വരാറുണ്ട്. അങ്ങനെ വിവാദം വന്നിട്ടൊന്നുമില്ലല്ലോ. ഇല്ലതൊക്കെ നല്ല കാര്യം വെട്ടി തുറന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാവുന്ന KT ജലീലിനോട് ഒരു വെട്ടി തുറന്ന് പറഞ്ഞൊരു കാര്യം കുറെ നാളൊരു വിവാദമായിട്ട് വന്നിട്ടുണ്ട്. ചോദിച്ചു വാങ്ങിയല്ലേ, അത് ചോദിച്ചു വാങ്ങിയല്ലേ. അതെന്തായിരുന്നു ആ സംഭവത്തെ കുറിച്ച് ഇപ്പൊ ആലോചിക്കുമ്പോൾ ഭയങ്കര രസകരമായിട്ട് തോന്നുന്നു. അതോ എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് യാതൊരു ഇതില്ല. ഞാൻ പറഞ്ഞത് ശരിയായിരുന്നില്ലെന്നാണ് ലോകം പോയി അംഗീകരിച്ചത്. M മാണിന്റെ കാര്യത്തിൽ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നില്ലേ, അതിലും ഇതേ നിലപാടാണോ? അതല്ല, അത് ഞാനത് അങ്ങനെ പറഞ്ഞതല്ല, ഞാൻ വേറെ ഒരു കണ്ടന്റ് പറഞ്ഞു. അത് പിന്നെ മീഡിയാസ് അങ്ങനെ കൊടുത്തു എന്നുള്ളൂ. ഞാനപ്പോൾ തന്നെ അത് അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അതേമാതിരി തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തണതിന് നമുക്ക് യാതൊരു മടിയില്ല. നിയമസഭയിലെ ഭയങ്കര നല്ല തീപ്പൊരി പ്രസംഗങ്ങളും അങ്ങനെയൊക്കെ ഭയങ്കര ഇതിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഈ ഭരണപക്ഷത്ത് ആരെങ്കിലുമായിട്ടൊരു വ്യക്തിബന്ധം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, പേഴ്സണൽ ബന്ധം? ഞാൻ എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങളാണ്, വ്യക്തിബന്ധത്തിൽ ഞാൻ നല്ല ബന്ധങ്ങളാണ്. അപ്പോൾ അവർക്കും അറിയാം ഞാൻ എൻ്റെ മുന്നണീൻ്റെ പാർട്ടിൻ്റെയും നയങ്ങളെ സംബന്ധിച്ച് ഞാൻ നിശ്ചിതമായി വിമർശിക്കും. ഗവൺമെൻറ് തെറ്റായ നയങ്ങളെ കണ്ടാൽ അതിനെപ്പറ്റി ഞാൻ വിമർശിക്കും, പക്ഷെ അതിൻ്റെ വ്യക്തിബന്ധത്തിനെ ബാധിക്കാറില്ല. ആ വ്യക്തിബന്ധം എന്ന് പറയുമ്പോൾ നമുക്ക് സ്പീക്കറെ ഷംസീറായിട്ടുള്ളൊരു
ആ ഒരു ബന്ധം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നേരത്തെ ഷംസീർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ് എന്നൊക്കെ. അപ്പം ആ ഒരു ബന്ധം എങ്ങനെയാണ്? നല്ല ബന്ധമാണ്. നമ്മൾ 2014 ശംഷീർ MLA ആയിട്ട് വരുന്നത്. അന്ന് നമ്മുടെ പ്രദേശത്താണ്, അദ്ദേഹം ഭരണപക്ഷത്താണ്. ആ സമയത്ത് ഏറ്റവും ഇപ്പുറത്ത് നമ്മുടെ UDF ലീഗിനെ ഒക്കെ ശക്തമായി നിശിതമായി വിമർശിക്കുന്ന ആളാണ് ശംഷീർ. അതേ നാണയത്തിൽ ഞാനും വിമർശിക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ വ്യക്തിബന്ധമായിട്ട് നല്ല ബന്ധങ്ങളാണ്, നല്ല സുഹൃത്തുക്കളാണ്. അതെ, അത് സ്പീക്കറിന്റെ ഡെസ്കിലേക്ക് നോക്കി നമ്മൾ ചേർന്ന് അഭിസംബോധന ചെയ്ത് പറയുന്നത് നിങ്ങൾ സുന്ദരനാ, നിങ്ങൾ ഉഷാറാ. ഈ ഒരു പലപ്പോഴും സ്പീക്കർ നല്ല ബ്ലഷ് ആവുക പറയുമ്പോ. അതെ ചിരിച്ചിട്ട്. അതെ, സാഹിബോട് സംസാരിക്കാൻ അല്ലാതെ ഇപ്പം ഈ രാഷ്ട്രീയത്തിന് അതീതമായി പുറത്ത് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക അങ്ങനെയൊക്കെ. നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ഒക്കെ പോകും, ഒരുമിച്ച് ഇരിക്കും, മറ്റേ നാട്ടുവർത്തമാനങ്ങളൊക്കെ പറയും. ഒരു ബന്ധങ്ങളുണ്ടല്ലോ. ആരോട് വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എങ്ങോട്ടാരെയും പറഞ്ഞതിന് മറുപടി പറയാൻ പറ്റില്ല. നമ്മൾ ഈ വയനാട് ചൂരൽമല മുണ്ടക്കയിൽ ഇപ്പൊ ലീഗ് വീട് കൊടുത്തു, കോൺഗ്രസ് വീട് കൊടുക്കാൻ വേണ്ടി തറക്കല്ലിട്ടു, പിന്നെ CPM അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു വീട് ഇത് കൊടുത്തു. അപ്പൊ അതില് ഒരു വിവാദം ഉണ്ടായിരുന്നല്ലോ, സ്ഥലം വാങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായി. അതിനെ പറ്റിയിട്ട് ഇപ്പൊ എന്താ തോന്നുക? അത് ഉണ്ടായത് നന്നായി. കാരണം അങ്ങനെ ഒരു സംഭവമില്ല, ഓരോരുത്തരാൾ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ 2-3 മാസം നമുക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യത്തിന് വേണ്ടി നമ്മളും കൂടി ഒന്ന് വിജിലൻ്റായി. അത് ഞങ്ങളൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ നല്ല ഗുണമേന്മയുള്ള ഭൂമിയാണ് വാങ്ങിയതെന്ന് പറഞ്ഞു. ആ ഭൂമിയിൽ തന്നെയാണ് ഞങ്ങൾ വീട് കയറ്റിയതും. ഞങ്ങൾക്ക് എല്ലാ പെർമിറ്റും കാര്യങ്ങളും കിട്ടി, എല്ലാ കാര്യങ്ങളും നിയമപരമായിട്ട് ഞങ്ങൾ ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സംതൃപ്തിയാണ്. കാരണം 51 വീട് ഒരു രാഷ്ട്രീയ പാർട്ടി തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി അതിൻ്റെ ഒരു മേൽനോട്ടത്തിന് ഒരു ഉപസമിതി ഉണ്ടാക്കി അതിൻ്റെ കൺവീനറായിട്ട് എന്നെ ചുമതലപ്പെടുത്തി അത് ഭംഗിയായി കൈകാര്യം ചെയ്യാൻ സാധിച്ചെന്നുള്ളത് വളരെ അഭിമാനവും സന്തോഷവും ഉള്ള ഒരാളാണ് ഞാൻ. ഈ സർക്കാരും കോൺഗ്രസും ലീഗും വീട് വെക്കാൻ വേണ്ടിയിട്ട് പൈസ പിടിച്ചു, സർക്കാരും ലീഗും വീട് കൊടുത്തു, കോൺഗ്രസ് ഇതുവരെ കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം തറക്കല്ലിട്ടു, ഇപ്പോൾ അവിടെ കുപ്പിയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പോസ്റ്റൊക്കെ ഇടുന്നു, അങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് ശരിക്കും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവും തോന്നുന്നുണ്ടോ? ഒരു തിരിച്ചടിയാവില്ല. കോൺഗ്രസ് അവിടെ ഭൂമി എടുത്തത്, കോൺഗ്രസിൻ്റെ തറക്കല്ലിട്ടത് 24-ാം തീയതി, ഒരാഴ്ചയിലായിട്ടുള്ളൂ. പൈസ പിരിച്ചിട്ട് പക്ഷേ കുറച്ചധികം ദിവസമായില്ല. അവർക്ക് അധികം പൈസ ഇല്ല, അവർക്ക് കുറച്ച് ഫണ്ടല്ലേ വന്നിട്ടുള്ളൂ. അവരിപ്പോൾ സ്ഥലം വാങ്ങി, അവരിപ്പോൾ ആദ്യം ഒരു 3.5-4 ഏക്കർ വാങ്ങി, ഇപ്പോൾ 2 ഏക്കറയും വാങ്ങി. അവരതിന് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവർ ആദ്യഘട്ടത്തിൽ 50 ആളുകൾക്ക് വീട് കൊടുക്കുന്നുണ്ട്, മൊത്തം 100 ആളുകൾക്കാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നടക്കുന്നുണ്ട്. ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ 745 കോടി രൂപ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് സർക്കാർ എത്ര കാലം കഴിഞ്ഞു? സർക്കാർ ഇപ്പോൾ 745 കോടി രൂപ സർക്കാരിൻ്റെ കയ്യിൽ എല്ലാ സംവിധാനവും ഉണ്ടായിരുന്നല്ലോ. സർക്കാർ ഇപ്പോഴല്ലേ ആയിട്ടുള്ളൂ. കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയല്ലേ. അവരിപ്പോൾ സ്ഥലം വാങ്ങി. വയനാട്ടിൽ സ്ഥലം കിട്ടാനും നല്ല നിയമപരമായിട്ട് നല്ല ഭൂമി കിട്ടാനും ഒരുപാട് കടമ്പകളുണ്ട്. അതുള്ളൂ. കോൺഗ്രസിന് എതിരല്ല എന്ന് പറയുമ്പോൾ തന്നെ ആ വേദിയിൽ സിദ്ദിഖ് MLA കൂവി വിളിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ജനങ്ങൾ കോൺഗ്രസിന് എതിരാണോ? ജനങ്ങളെതിരല്ല, അത് CPM-മാരല്ലേ. അവർക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ട്. ഒരു ഗവൺമെൻറ് പരിപാടിക്ക് ആ മണ്ഡലത്തിലെ MLA പരിപാടി കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി നിൽക്കുമ്പോൾ അവരെണീറ്റിട്ട് പറയണ്ടേ? ഇത് പാർട്ടിക്കാരൻ വന്നിക്കാണ്ട് പാർട്ടി സമ്മേളനത്തിന് വന്നിട്ട് എതിരാളികളെ കൂക്കണ മാതിരി കൂക്കിയെന്നല്ല എന്താ? അതെന്തൊരു ആവശ്യം? അയാളെ ക്ഷണിച്ചിട്ട് പോയതല്ലേ, അല്ലാതെ ഗവൺമെൻറ് പരിപാടിയല്ലേ. ഞങ്ങളെല്ലാവരും ഗവൺമെൻറ് പരിപാടിക്ക് ഗവൺമെൻറ്റുമായി സഹകരിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളൊക്കെ ഗവൺമെൻറ്റിന് സംഭാവന ഗവൺമെൻറ് ഫണ്ടൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. അത് CPM-ൻ്റെ അല്പത്തരന്നല്ല, എന്താ പറയുക. ആ സ്ഥാനത്ത് PK ബഷീർ MLA ആയിരുന്നു. PK ബഷീറാണെങ്കിൽ ഞാൻ അപ്പം അങ്ങോട്ട് തിരിച്ച് മറുപടി ചോദിക്കും. ഇതെന്ത് പരിപാടി അപ്പം ചോദിക്കും. PK ബഷീറിൻ്റെ ശൈലി അപ്പോൾ വേറെ ആയിരിക്കും. PK ബഷീർ ഒന്നും കേട്ടിക്കൂല. അങ്ങനെ ഈ സിദ്ദിഖ് MLA-ൻ്റെ വിവാദത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് മമ്മൂട്ടി റഫീഖുമായിട്ടൊരു ഇടയ്ക്കൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അപമാനിക്കുക, അദ്ദേഹത്തെ മാറി നിൽക്കാൻ പറയാം. അപ്പോൾ ഒരു പൊതുപ്രവർത്തകനോട് മാറി നിൽക്കാൻ ഒരു സിനിമാ നടൻ. മമ്മൂട്ടിക്ക് എന്തൊരു CPM ജില്ലാ സെക്രട്ടറി? മമ്മൂട്ടിയുടെ കൂടെ നടന്നപ്പോൾ ഒരാളിങ്ങനെ കയ്യോട് കാണിച്ചത് മമ്മൂട്ടിനെ നിയന്ത്രിക്കാൻ പോയാൽ അദ്ദേഹം ലോകം കണ്ടവനല്ലേ. അയാൾ ഒരുപാട് ആൾക്കാരെ കണ്ടല്ലേ, ഒരുപാട് പിന്നെ അദ്ദേഹത്തിനെ ജനങ്ങൾ സ്വീകരിക്കണം, ജനങ്ങളുടെ ആരവം ഏറ്റുവാങ്ങുന്ന ആളില്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ഒരാളിങ്ങനെ അമിതമായിട്ട് ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ഇതിന്ന് മമ്മൂട്ടി പ്രതികരിച്ചു എന്നല്ല എന്താ? അയാൾ നിയന്ത്രിക്കാൻ മമ്മൂട്ടി അയാളെ വിളിച്ചിട്ടില്ലല്ലോ, അയാൾ അതിന് പോകേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും റഫീഖ് അവിടെ വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാൾ. ആരത് സജീവമായിട്ട് ഇടപെടുന്നത്? അത് സർക്കാരിന്റെ പരിപാടിയാണ്. എന്താ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആണോ അവിടെ സർക്കാരിന്റെ പണി? അവര് നിർമ്മിച്ച അവരെ നിർമ്മിച്ച സിനിമയല്ല, കേരളത്തിലെ ജനങ്ങൾ
ജനങ്ങളുടെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെയും എല്ലാവരുടെയും പണം, അല്ലാതെ CPM-ന്റെ അവരെയും പണമല്ല. ഓക്കെ, അല്ല, പണം ജനങ്ങളുടേത്. അപ്പോൾ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നത് ഈ രാഷ്ട്രീയ നിങ്ങളെ പോലുള്ള അതാണ് അതിനെന്താ രാഷ്ട്രീയ അതിന് മമ്മൂട്ടി ഇപ്പം എന്താ പറഞ്ഞത്? മമ്മൂട്ടി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മമ്മൂട്ടി പറഞ്ഞത് എന്താ വെച്ചാൽ മമ്മൂട്ടി ഞാൻ നോക്കിക്കോളാം നിങ്ങൾ ആരാന്നിട്ട് ചോദിച്ചിട്ടുള്ളൂ. അങ്ങനല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ കൂടെ നിൽക്കണ്ട, നിങ്ങൾ മാറി നിൽക്കൂ എന്ന്. ഞാൻ അവിടെ ഇല്ലേ ഇനി? എന്നാലും ഇങ്ങനെ മാധ്യമങ്ങളുടെ ഒക്കെ മുന്നിൽ വെച്ച് അങ്ങനെ പറയുമ്പോൾ ഒരാളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതിനൊന്നും പറയാൻ പറ്റില്ല. മനുഷ്യന്മാർ ഓരോ സമയത്ത് ഓരോ ഇതുണ്ടാവില്ലേ, അപ്പോൾ നമ്മൾ എങ്ങനെ അതിൻ്റെ എന്താണ് അതിൻ്റെ കണ്ടെന്ന് ഇപ്പോൾ ഞാനും നിങ്ങളും കണ്ടിട്ടില്ലല്ലോ. അതിപ്പോൾ നമ്മളിങ്ങനെ കാണല്ലേ. മമ്മൂട്ടി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഒന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും, സ്വാഭാവികമല്ലേ. ഇൻ കേസ് അതൊരു കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ ഒരു ജനപ്രതിനിധിയാണ് റഫീഖിന്റെ സ്ഥാനത്ത് നിന്നതെങ്കിലോ അത് നമ്മളാരും കണ്ടിട്ട് അങ്ങനെ വലിഞ്ഞു കയറി പോകില്ലല്ലോ. അത് വലിഞ്ഞു കയറുന്നവരാണ്. ഓരോന്നുണ്ട്, കുറിക്കുന്നത് കല്യാണത്തിന് നിന്നുണ്ട്, അതിനൊരു കണക്കുണ്ട്. ഈ മമ്മൂട്ടിയുടെ കാര്യം പറയുമ്പോഴേ നേരത്തെ മമ്മൂട്ടി അബ്ദുറബ് നിലവിളക്ക് കൊടുത്താത്തതിന്റെ പ്രതികരിച്ചൊരു വിഷയം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ മമ്മൂട്ടി ഇങ്ങനെ ചില വിഷയങ്ങളിൽ മമ്മൂട്ടിയുടെ പ്രതികരണം ഒരു പ്രശ്നമാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഓരോരുത്തരൊക്കെ ഓരോ സ്വഭാവമല്ലേ. എല്ലാവരും 100 വാപ്പാന മക്കളല്ലേ, ഓരോരുത്തരും ഓരോ സ്വഭാവമല്ലേ. നമുക്ക് ഓരോരുത്തരോട് പറയാൻ പറ്റുമോ? ഇപ്പം അന്ന് പക്ഷെ ലീഗ് മന്ത്രിക്കൊപ്പമല്ലേ നിന്നേ? അത് സാഹചര്യ സമയത്തിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. 13 കൊല്ലം മുമ്പ് കഴിഞ്ഞ സംഭവമല്ലേ. മമ്മൂട്ടി ഇന്നാണ് അങ്ങനെ ഒരു കമന്റ് പറയുന്നെങ്കിൽ ലീഗ് എങ്ങനെയായിരിക്കും പറയുമ്പോ മാറ്റം അപ്പൊ ഉണ്ടാവും? പറയും, പറയേണ്ട സമയത്ത് പറഞ്ഞാൽ പോരെ. പറയാത്ത കാര്യത്തിന് ഇപ്പൊ അതിന് മുൻകൂട്ടി പറയാൻ അല്ല, ലീഗിന്റെ നിലപാടിൽ മാറ്റം അപ്പോഴും ഉണ്ടാവില്ലല്ലോ. ലീഗിന് എല്ലാത്തിനും നിലപാടില്ല. ലീഗ് ഒരു സെക്കുലർ പാർട്ടിയാണ്, ഒരു മതേതര പാർട്ടി. ഇപ്പൊ വീട് വെച്ച് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ അതിന്റെ മേൽനോട്ട ചുമതല ഉണ്ടായിരുന്ന ആർക്കിടെക്ട് ടോണി ജോസഫ് ഒരിക്കലും ഒരു വേദിയിൽ പറഞ്ഞു, താക്കോൽ തന്നെ ചടങ്ങിലാന്ന് തോന്നുന്നു, ബഷീർ സാഹിബ് വിളിയോട് വിളിയായിരുന്നു എന്ന്. അത്ര പേഴ്സണൽ ആയിരുന്നു പദ്ധതി. അതെ, അത് ഒരു നമുക്കൊരു അറ്റാച്ച്മെന്റ്. കാരണം ആ ദുരന്തം പോയി കണ്ടാൽ നമ്മൾ അങ്ങനെ ദുരന്തം ഇനി ഒരിക്കലും എവിടെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. അതിൻ്റെ ഒരു ഇത് പോയി കണ്ടാൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു വീട്ടിൽ 8 ആളുണ്ടെങ്കിൽ 6 ആളും ഉരുൾപൊട്ടൽ മരണപ്പെട്ടു. അതുപോലെ തന്നെ ചിലപ്പോൾ 5 ആൾ, അതിൽ ഒരാൾ മാത്രം ബാക്കി. അതുമാത്രമല്ല ഒരു ഗ്രാമം മുഴുവൻ എല്ലാം വീട് കാര്യങ്ങൾ, കൃഷി കാര്യങ്ങൾ എല്ലാം പോയി. നമ്മളത് അവിടെ പോയി കണ്ടാൽ നമുക്കത് പറഞ്ഞ് വിവരിക്കാൻ പറ്റില്ല. അത്രയും വലിയൊരു അവസ്ഥയാണ്. അങ്ങനെ ഉള്ള ആളുകളെ ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, ജീവിച്ചിരിക്കുന്ന ആളെ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു പദ്ധതിയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒരു നന്മ ഉണ്ടല്ലോ, പിന്നെ മറ്റുള്ളവരെ നമ്മൾ ചേർത്ത് പിടിച്ചു ഒരു ആശ്വാസം നൽകി എന്നുള്ള ഒരിതുണ്ട്. അതുകൊണ്ടാണ് അതിൽ നമ്മളൊരു യുദ്ധകാല അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രവൃത്തിക്കൊക്കെ മേൽനോട്ടം വഹിക്കാനും അതിൻ്റെ പിന്നാലെ ഇവിടെ നടപ്പിലാക്കാനും എത്രയും വേഗം. കാരണം നല്ല സൗകര്യത്തിൽ ജീവിച്ചവരുണ്ട്, ഇടത്തരം സൗകര്യത്തിൽ ജീവിച്ചിട്ടുണ്ട്, സാധാരണ സൗകര്യത്തിൽ ജീവിച്ചിട്ടുണ്ട്. ഇവർക്കൊന്നും ഒന്നുമില്ലല്ലോ. താമസിക്കാൻ വീടില്ല, മറ്റു ചുറ്റുപാടുകളില്ല, വരുമാനമില്ല, ഒന്നുമില്ല, എല്ലാം പോയി. അവിടുന്ന് പോയി നോക്കണം. പോയി നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മുണ്ടക്കൈ എന്നാണ് ഒരു ഗ്രാമം, ഒന്നുമില്ല. ചൂരൽമലവിൻ്റെ അടുത്ത തീക്ക് വരികയാണ്. അവിടെ ഒരു 50% അവിടെയും പോയി, ആരുമില്ലാത്ത. നമ്മളവിടെ പോയാൽ ഈ സങ്കടം എന്ന് പറയുന്നത് കുട്ടികളൊക്കെ, ഈ ചെറിയ കുട്ടികൾ 10 വയസ്സ് 12 വയസ്സിലെ കുട്ടികളൊക്കെ നമ്മൾ പ്രാവശ്യം ഈ കുട്ടികളെ ടർഫ് ഗ്രൗണ്ടിൽ വന്നിട്ട് ഫുട്ബോളൊക്കെ കളിപ്പിച്ചു. കാരണം ഈ കുട്ടികളിങ്ങനെ ഒറ്റപ്പെട്ടിട്ട് ഈ ക്യാമ്പിനും ഒക്കെയല്ലേ താമസിക്കുന്നത്. ഇപ്പോൾ കുട്ടികളുടെ ഒരു മാനസിക അവസ്ഥ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി തന്നെ ഈ പൂക്കോയത്തങ്ങൾ പാലിയേറ്റീവിൻ്റെ ഒരു പ്രവർത്തനമുണ്ട്. ഞങ്ങളവിടെ ഇപ്പോഴും നമ്മൾ 120 ആളുകൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്, ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊടുക്കുക. അത് നമ്മളൊരു ജീവകാരുണ്യ പ്രവർത്തനം. അതിന് നമുക്ക് രാഷ്ട്രീയമില്ല, നമുക്ക് എല്ലാ പാർട്ടിക്കാരും നമ്മളെ മുസ്ലിം ലീഗിൻ്റെ ഇതിലേക്ക് നമ്മളെ സഹായിച്ച് തന്നിട്ടുണ്ട്. നമുക്കൊരു വൈകാരികമായിട്ട് വലിയൊരു നല്ലൊരു അനുഭവം. കാരണം നമുക്ക് അത്ര ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇന്നിപ്പോൾ ഞങ്ങൾ ബാക്കി 54 വീടുണ്ട്, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടെ ഇറങ്ങി പ്രവർത്തിച്ച ആളെന്ന നിലയിൽ ആ ഒരു ദുരന്തമുഖത്ത് മറക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു അനുഭവം പറയാനുണ്ടോ? മറക്കാൻ കഴിയാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ ഇന്നാളെ ബോഡി കാണാനില്ല, കിട്ടാനില്ല. അപ്പം ഈ ചൂരൽമല മുണ്ടക്കയിൽ നിന്ന് പിന്നെ അത് നിലമ്പൂരിലേക്ക് ചാലിയാർ പോയേക്കാണ് ബോഡികളൊക്കെ ഈ ഉരുൾപൊട്ടലിൻ്റെ ഇത് ഉണ്ട്. അപ്പോൾ ഒരുപാട് ബോഡികൾ ചാലിയാറിന് 35-40 കിലോമീറ്റർക്ക് വരണമെങ്കിൽ എത്രയായിരിക്കും അതിൻ്റെ ഫോഴ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ വരുമ്പോൾ എന്താ വെച്ചാൽ ചിലത് തലയില്ല. ഞങ്ങൾ ഫസ്റ്റിൽ സാദിഖലി ശിഹാബ് തങ്ങളും കുഞ്ഞാടി സാഹിബും ഞങ്ങളൊക്കെ കൂടി പോയി നിലമ്പൂരിലാണ് ആദ്യം പോകുന്നത്. നിലമ്പൂർക്ക് പോവുകയാണ്, എന്നിട്ട് വയനാട് പോകാൻ വേണ്ടി. അപ്പം നിലമ്പൂർ ജില്ലാ ആസ്പത്രിയിൽ നമ്മൾ ഒരു ബോഡി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ തലയില്ല, കാലുമില്ല. അപ്പോൾ ഈ ആളുകൾക്ക് എന്താ വെച്ചാൽ ആര് മരിച്ചു, അവിടെ ബോഡി എവിടെയാണ്, മണ്ണിൻ്റെ അടിയിലാണ്, ഹോസ്പിറ്റലുണ്ട്.
വയനാട്ടിൽ വിചാരിക്കും നിലമ്പൂരുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ പല ആളുകളും പിടിച്ചപ്പോൾ നമുക്കൊരു ഒരുപാട് പ്രയാസപ്പെട്ടു പോയി. ഒറീസയിൽ നിന്ന് 4 ഡോക്ടർമാർ വന്നിരുന്നു, ഫാമിലി. അവർ കപ്പിൾസേനി. അവർ വന്ന് ഇവിടെ താമസിച്ചായിരുന്നു മുണ്ടക്കയിൽ. അവർ ഇന്ന് പോകേണ്ടതാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. പിറ്റേന്നക്ക് അവരത് ദുരന്തത്തിൽപ്പെട്ടു. അതിൽ ഒരു ഡോക്ടർ മിംസ് ഹോസ്പിറ്റലിൽ മേപ്പാടി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പെങ്ങളെ മകൻ അവിടെ ഡോക്ടറാണ്. ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഈ ഡോക്ടർ ഇങ്ങനെ തിരിച്ചു വരും. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ സഖ്യം കഴിയുമ്പം ഇങ്ങനെ ചളി ഈ സോസോസെന്നൊക്കെ ചളി ഒക്കെ ഇങ്ങനെ സഖ്യം ചെയ്ത് വരികയാണ്. അങ്ങനെ ചോദിച്ചപ്പോൾ ഇവരെ കൂടുതൽ ആളെ കാണാനില്ലാന്ന്. അപ്പോൾ ഒരു ഫോട്ടോ അയച്ചെന്ന്. നമ്മൾ നിലമ്പൂർക്ക് വിട്ടു. നിലമ്പൂർ നോക്കിയിട്ട് കിട്ടില്ല. വലിയൊരു പൊടി ഇപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പൊ ഈ ദുരന്തമുഖത്ത് ഇതിന്റെ ഭീകരതയെല്ലാം നേരിട്ട് കണ്ട ഒരാളാണ്. അപ്പോൾ ഈ ഒരു നാടിനെ നമ്മൾ തിരിച്ചു പിടിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിന്നൊരു ശ്രമം നടത്തുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ചില്ലി പൈസ കൊടുക്കരുത് എന്നുള്ളൊരു സമീപനമായിരുന്നു. അപ്പോൾ അതിനൊരു ലീഗിനും ആ ഒരു സമീപനം തന്നെയായിരുന്നു. അതിനെ പിന്തുണച്ചിട്ടുണ്ടോ? കോൺഗ്രസ് അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കണില്ല. അല്ല, പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. ഫേസ്ബുക്കിലൂടെ ഒക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുതെന്ന്. ഇപ്പം ആ പണം ഉപയോഗിച്ചിട്ടാണല്ലോ വീടുകൾ കൊടുത്തിട്ടുള്ളത്. ദുരിതാശ്വാസത്തിലേക്ക് പണം കൊടുക്കുന്നതിന് ആരും എതിരാ. ദുരിതാശ്വാസത്തിൻ്റെ പണം നേരായ മാർഗത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും. അത് ശരിയായ വിധത്തിൽ ഉപയോഗിക്കണം എന്നാണ് എല്ലാവരും പറയുള്ളൂ. ദുരിതാശ്വാസത്തിൻ്റെ പണം എടുത്തിട്ട് വേറെ ഇതിലേക്ക് വക മാറി ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പിരിച്ച പൈസ എവിടെയെന്ന് കണക്ക് ചോദിക്കുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിലേക്ക് ചോദ്യം വഴി മാറുമല്ലോ. കോൺഗ്രസ് പിരിച്ച പൈസ ഒക്കെ അല്ലേ കോൺഗ്രസ് സ്ഥലം വാങ്ങിയത്? കോൺഗ്രസ് പിരിച്ച സ്ഥലത്ത് ബാക്കിയൊരു പണം കോൺഗ്രസിന്റെ കമ്മിറ്റി. പക്ഷെ അതൊരു CPM അത് വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു ഇലക്ഷൻ സ്റ്റണ്ട് ആണെന്ന്. CPM വീട് വെച്ച് കൊടുത്തില്ലല്ലോ, ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് വീട് വെച്ച് കൊടുത്തപ്പോൾ അതൊരു ഇലക്ഷൻ സ്റ്റണ്ട് ആണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോ കോൺഗ്രസ് വന്ന് തർക്കമിട്ടത് അതും ഒരു ഇലക്ഷൻ സ്റ്റണ്ടിന്റെ ഭാഗമായിരുന്നോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ അങ്ങനെ കുട്ടികളല്ല. നിങ്ങൾ അങ്ങനെ ശരിക്കും അതിന്റെ കാര്യങ്ങളൊന്നും പഠിക്കണം. നിങ്ങൾ അങ്ങനെ പറയാൻ പറ്റൂല. ഇപ്പൊ തന്നെ ഇങ്ങനെ ആരെങ്ങനെയാ അതായത് കോൺഗ്രസ് പറഞ്ഞത് സർക്കാരിൻ്റെ പരിപാടി നീണ്ടുപോയപ്പം ഞങ്ങൾ സ്വന്തമായി വീട് നിർമ്മിച്ച് കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. ഞങ്ങളും ആ ഇതിൽ തന്നെയാണ് പോയത്. ഞങ്ങളെ ഫണ്ട് ആദ്യം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളത്ര ഫണ്ട് കോൺഗ്രസിന് വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെതായ ചെറിയ ഡിലേ കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ടോ? വയനാട്ടിലാണെങ്കിലും ഈ ദുരന്തം ഉണ്ടായ സമയത്ത് ലീഗുകാർ ഫുഡ് കൊടുക്കുന്നു. പിന്നെ ആണെങ്കിൽ ഇപ്പോൾ ലീഗ് വീട് വെച്ച് കൊടുത്തു. പിന്നെ ലീഗ് ബൈത്തുർ റഹ്മാൻ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റിൽ വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലീഗിനെ കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞു വരുന്നൊരു സംഭവമാണ്. ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന പാർട്ടിയാണെന്നുള്ളത്. പക്ഷേ ഒരു ചാരിറ്റി പാർട്ടിയാണ് മാത്രമാണ് ലീഗ് എന്ന രീതിയിലുള്ള ഒരു വിമർശനം കൂടെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ മുസ്ലിം വിഷയങ്ങളിൽ കൂടുതൽ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ലൗഡായിട്ട് മുസ്ലിം വിഷയങ്ങളിൽ ലീഗ് സംസാരിക്കുന്നില്ല എന്നുള്ളൊരു വിമർശനമുണ്ട്. അതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? അങ്ങനല്ലല്ലോ, ലൗഡാണ്. പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണ്ടല്ലോ. ചാറ്റ് മാത്രമാണ് ഈ പാർട്ടി ശക്തിപ്പെടുമോ? നിങ്ങളാരും ചാറ്റ് ചെയ്യല്ലോ. ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. മുസ്ലിം ലീഗ് പാർട്ടി സ്ഥാപിതമായ കാലഘട്ടം മുതൽ ലീഗിന് ചാരിറ്റി ഉണ്ട്. ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മൾ റിലീഫ് പ്രവർത്തനം നടത്തുന്നുണ്ട്. മുമ്പത്തെ കാലഘട്ടത്തിലൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ അന്ന് ഈ ഡ്രസ്സാണ് കൊടുക്കുക. നിങ്ങൾക്കറിയോ? നിങ്ങളെ വല്യമാരോടൊക്കെ ഉണ്ടോ ചോദിച്ചു നോക്കണ്ടി കുട്ടികളൊക്കെ. ആ കാലഘട്ടത്തിലൊക്കെ ഒരു കൊല്ലത്തിൽ 1-2 കൂട്ടം ഷർട്ടും കൊണ്ട് തുണിയും കുപ്പയും എടുക്കുള്ളൂ, അവരുണ്ടാവുള്ളൂ. ആകെ ഒരു പെരുന്നാൾക്ക് എടുത്താൽ പിറ്റത്തെ പെരുന്നാൾക്ക് അതിനെ ഇടണം. സ്കൂൾ തുറക്കുമ്പോഴേ ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് ഡ്രസ്സ് ഉണ്ടാക്കി കിട്ടുള്ളൂ. ആകെ 2 കൂട്ടം ഡ്രസ്സേ ഉണ്ടാവുള്ളൂ. ഇപ്പം എത്ര? ആ ഒരു കാലം മാറി. അന്നത്തെ കാലത്ത് റിലീഫ് പ്രവർത്തനം തുടങ്ങിയ പാർട്ടിയാണ് ലീഗ്. അല്ല, ലീഗ് ചാരിറ്റി ചെയ്യുന്നു എന്നുള്ളതിൽ ആർക്കും ഒരു പിന്നെ ലീഗ് വികസനം ചെയ്യല്ലോ. നിങ്ങൾ ആലോചിച്ചൊക്കെ, ലീഗിന് വികസനമല്ലേ? ലീഗിൻ്റെ വികസന പ്രവർത്തനവും ക്ഷേമ പ്രവർത്തനങ്ങളല്ലേ ജനങ്ങൾ ലീഗിൻ്റെ കൊടുക്കണേ? നിങ്ങൾ ഈ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നോക്കേണ്ടി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എത്ര പഞ്ചായത്തിൽ, എത്ര മുനിസിപ്പാലിറ്റിയിൽ ഒക്കെ ലീഗ് വിജയിച്ചു. സർക്കാർ ഇപ്പോൾ അവിടെ സംവരണം കാര്യങ്ങളൊക്കെ വെട്ടിക്കുറച്ചപ്പോൾ ശക്തമായി നമ്മൾ പ്രതികരിച്ചല്ലോ. വഖഫ് ബോർഡിൻ്റെ വിഷയം വന്നപ്പം അതിൽ വഖഫ് നിയമം വന്നപ്പോൾ നമ്മൾ ഗവൺമെൻറ് കൊണ്ട് തിരുത്തിച്ചല്ലോ. അവിടെയൊക്കെ മുസ്ലിം ലീഗ് ആവശ്യമുള്ള സമയത്ത് നമ്മൾ പ്രതികരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങളെ നിർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിയമസഭയിലും ലീഗിൽ യുവാക്കളെയൊക്കെ നിർത്താൻ സാധ്യതയുണ്ടോ? പാർട്ടിയുടെ ഒരു നയമാണ് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കും. സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. വനിതാ MLA ഉണ്ടാവും. അത് ജനങ്ങൾ തിരഞ്ഞെടുക്കട്ടെ. അതേപോലെ തന്നെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ പിണറായി സർക്കാരിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നടൻ മോഹൻലാലും പിണറായിയും ഇരുവർ എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂ എടുത്തായിരുന്നു. അതോടൊപ്പം തന്നെ വേടനെ വേദിയിൽ കൊണ്ടുവരുന്നു. എന്തുകൊണ്ടായിരിക്കും മുസ്ലിം ലീഗ് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ചെയ്യാതെ? എന്താണ് മുസ്ലിം ലീഗിന്റെ സോഷ്യൽ മീഡിയ പ്ലാൻ? അതെ, നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങണം. നമ്മുടെ സോഷ്യൽ മീഡിയയിലല്ലോ, ജനങ്ങളുടെ ഇടയിൽ ഗ്രാസ് റൂട്ടിലാണ് നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടത്. കുറെ PR വർക്ക് ചെയ്തിട്ട് ഷോ കാണിച്ചിട്ട്
അതിനൊന്നും ജനങ്ങൾ ആവില്ല. റിയാലിറ്റിയാണ് നമ്മൾ കാണേണ്ടത്. പക്ഷെ ഇപ്പം വലിയൊരു ശതമാനം യുവാക്കളാണല്ലോ വോട്ടർമാരായിട്ടുള്ളത്. വലിയ ശതമാനം യുവാക്കളാണെങ്കിൽ യുവാക്കളതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ഫീൽഡിൽ ഇറങ്ങിയിട്ടാണ് ഞങ്ങൾക്ക് വോട്ടിട്ടുള്ളത്. PR വർക്ക് എടുത്തവരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം തോറ്റില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ 5 കോർപ്പറേഷനിൽ 4 കോർപ്പറേഷൻ അവർ തോറ്റില്ലേ? എത്ര മുനിസിപ്പാലിറ്റി അവർ തോറ്റു? പഞ്ചായത്തിന് 544 വന്നില്ലേ? ഞങ്ങൾ ഗ്രൗണ്ടിക്ക സർക്കാർ 150-200 കോടി രൂപ PR വർക്കിന് വേണ്ടിക്കാണ്ട് ചെലവഴിച്ചിട്ട് സർക്കാർ എന്ത് കിട്ടി? പഞ്ചായത്ത് ഇലക്ഷൻ എന്ത് കിട്ടി? എന്നാലും ഈ പുതിയ നിയമസഭയിൽ അതന്നെ കാലത്ത് ആവർത്തിക്കുന്നതാണ്. ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് സോഷ്യൽ മീഡിയ നമ്മൾ ഷെയറാണല്ലോ. സോഷ്യൽ മീഡിയ നമുക്കുണ്ടല്ലോ. നമ്മൾ നല്ല സോഷ്യൽ മീഡിയ വർക്ക് ഉണ്ടല്ലോ. നിങ്ങൾ നോക്കി ഞങ്ങൾ സോഷ്യൽ മീഡിയ അല്ലേ? ഞങ്ങൾ വയനാടിൻ്റെ പ്രൊജക്ട് വന്നപ്പോൾ ഞങ്ങൾ സോഷ്യൽ മീഡിയ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളൊക്കെ പുതിയ ആളുകളാണ്, നിങ്ങൾ കണ്ടില്ലേ? ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാറുണ്ടോ? നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉള്ള അക്കൗണ്ട് ഉണ്ട്. അതൊക്കെയാണോ ഉപയോഗിക്കാറ് അതോ ടീമാണോ? ടീമാണ് ഉപയോഗിക്കുക. എനിക്ക് ഇഷ്ടം ഈ ഞാൻ നന്നായി പത്രം വായിക്കും. ഞാൻ രാവിലെ ഒരു 4 പത്രം വായിക്കും. 1.5 മണിക്കൂറുണ്ട് പത്രങ്ങൾ മുഴുവൻ വായിക്കും. TV കാണും. പക്ഷേ TVയിലെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞാൽ പാറ്റൻ്റെ ആവശ്യമുള്ളേ. ഒന്നും കൂടെ വരുമ്പോൾ അതിന് പാറ്റ അങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് ഞാൻ പൊടിഞ്ഞു പോകില്ല. അതേമാതിരിയാണ് ബ്രേക്കിംഗ് കഴിഞ്ഞാൽ കണ്ടന്റ് അല്ലേ, പിന്നെ അടുത്ത ബ്രേക്കിംഗ് ആയി. അപ്പോൾ ചാനൽ മാറ്റണം. അല്ലെ 4 പത്രം വായിക്കും എന്ന് പറയുമ്പോഴേ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പത്രം കാണുമല്ലോ, അതേതാണ്? ഞാൻ മനോരമ വായിക്കും, മാതൃഭൂമി വായിക്കും, ചന്ദ്രിക വായിക്കും, ആദ്യം വായിക്കും. 4 പത്രം സ്ഥിരമായിട്ട് വായിക്കും. ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാർ പറയും ഈ ചന്ദ്രിക പത്രം വായിച്ചാൽ അതിൻ്റെ കൂടെ ഒരു പത്രം കൂടെ വായിച്ചാൽ മാത്രമേ വാർത്ത ഉണ്ടാവുള്ളൂ എന്ന്. അത് നാട്ടിലെ ആൾക്കാർ പറയും. അത് ചില വിവരമില്ലാത്ത ആൾക്കാർ അങ്ങനെയൊക്കെ പറയും. അത് എന്താ വെച്ചാൽ ഈ കണ്ണിൽ ഈ കരടുണ്ടല്ലോ, ഒരു പാർട്ടിനോടുള്ള ദേഷ്യം ആ പത്രത്തിനോടില്ല, അതാണ് അതിൽ. അപ്പൊ നമുക്ക് പതുക്കെ ഗെയിമിലോട്ട് ഇനി നമ്മൾ കുറച്ച് പേരുകൾ, ചില വിഷയങ്ങളൊക്കെ നമ്മൾ ഈ പേപ്പറിലാക്കി ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പേപ്പർ എടുക്കുക, അതിനെപ്പറ്റി PK ബഷീർ സാഹിബിൻ്റെ ശൈലിയിൽ ഞങ്ങൾക്കൊരു 45 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഒരു സംഭവം കിട്ടണം. ആ സഭയിലൊക്കെ നടക്കുന്ന സഭയിലൊക്കെ അതേ നടക്കുന്ന അതേ ശൈലി. ടോണോ അത് തന്നെ വേണമെന്നില്ല, ഞങ്ങൾക്ക് പറ്റിയൊരു ശൈലി. ആദ്യത്തേതാണ്. ആരാണത്? പിണറായി വിജയൻ. നല്ല തുടക്കം. അപ്പോൾ പൊന്നാര CM ബഷീർ സാഹിബിൻ്റെ പൊന്നാര CM-നെ കുറിച്ച് 45 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് നിർത്താതെ സംസാരിക്കുക. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സമുന്നതനായ നേതാവാണ്. അദ്ദേഹത്തിന് ചില കാര്യങ്ങളൊക്കെ നിലപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയായി 10 കൊല്ലം ഞാനായിട്ട് നല്ല വ്യക്തിബന്ധമാണ്. അദ്ദേഹം ഒരു നിലപാട് എടുത്താൽ ആ നിലപാട് അദ്ദേഹം ഉറച്ചു നിൽക്കും. അങ്ങനെയുള്ളൊരു രാഷ്ട്രീയക്കാരനാണ്. പിന്നെ ബന്ധങ്ങളൊക്കെ കാത്ത് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി. പിന്നെ ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഒരു ശൈലിയുടെ ഭാഗം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലും ഉണ്ടാവും. പിന്നെ എന്തിനേയും സദയിൽ നേരിടാനുള്ള ഒരു ഇച്ഛാശക്തി അദ്ദേഹത്തിന് ഉണ്ട്, ഉള്ള ഒരു ക്വാളിറ്റി. മുഖ്യമന്ത്രിയായിട്ട് നിയമസഭയിൽ മറക്കാൻ കഴിയാത്തൊരു മൊമെന്റ് ഏതായിരുന്നു? സഭയിൽ എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ നമ്മുടെ ഗവൺമെൻറ്റിന് നിശ്ചിതമായ ചില കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ വകുപ്പിനെ പറ്റി പൊതുഭരണ വകുപ്പിനെ പറ്റിയൊക്കെ നമ്മൾ വിമർശിക്കും. ആ വിമർശിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ഇങ്ങോട്ട് മറുപടി പറയും. പ്രാവശ്യം ഞാൻ ലൈഫ് ഭവന പദ്ധതി സംബന്ധിച്ചൊരു അടിയന്തരമായി അവതരിപ്പിച്ചു. ഭാര്യ പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പോൾ അതിന് ഞാനൊരു കാര്യം പറഞ്ഞില്ല. അപ്പോൾ CM ഇങ്ങോട്ട് മറുപടി. അതൊക്കെ ഒരു മറക്കാൻ പറ്റാത്ത അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു നർമ്മമായിരുന്നു, നർമ്മത്തിലായിരുന്നു മറുപടി. ഞാൻ അങ്ങോട്ട് നർമ്മത്തിലായിരുന്നു, CM ഇങ്ങോട്ട് നർമ്മത്തിലായിരുന്നു മറുപടി. ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് പറയണ്ടായിരുന്നു ആ തോന്നൽ എനിക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെയ്ക്കും. അതൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. മലപ്പുറത്തെ പറ്റി മലപ്പുറം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ പിന്നോക്കമാണ്. നിങ്ങളിപ്പോൾ പറയണ മാതിരി ഇപ്പോൾ പോളിഷാണ്ട് അങ്ങനെയാണ്. മലപ്പുറം പിന്നോക്കമാണെന്ന് ബഷീർ സാഹിബ് തന്നെ പറഞ്ഞു. ഒരു കാലഘട്ടത്തിൽ പിന്നോക്കമായിരുന്നതാണ്. ഞാൻ ഇപ്പോഴല്ല ഇപ്പം ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും മുന്നിൽ തന്നെയാണ്. ഞങ്ങൾക്ക് ഒരുപാട് കാലത്ത് ഞങ്ങൾക്ക് ആരാൻ്റെ വിറകുട്ടികളും വെള്ളംകോരികളുമായ ഒരു സമൂഹം, ഒരു സമുദായം ഞങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എൻ്റെ വാപ്പ എന്നെ കേരള നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. മഴ പെയ്തപ്പോൾ പോലും സ്കൂളിൻ്റെ വരാന്തയിൽ കയറാൻ യോഗ്യതയില്ലാത്തവനായിരുന്നു ഞാനെന്ന് എൻ്റെ വാപ്പ പറഞ്ഞിട്ടുണ്ട്. അതെന്താ പറയാൻ കാരണം, അന്ന് റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ മഴ പെയ്താൽ കയറി നിൽക്കാൻ ഒരു സ്കൂളിൻ്റെ വരാന്തല്ലേ. അതുപോലെ ജീവിത സാഹചര്യം കൊണ്ടൊന്നും ആർക്കും ഒന്നുമില്ല. അത് തൊപ്പിക്കൊടയാണ്. തൊപ്പിക്കൊട കിട്ടണോ? തൊപ്പിന്റെ കൊടയല്ല ഇത്. അത് തൊപ്പിലെ കൊട, ഓലക്കൊട. അല്ല തൊപ്പി അറിയില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു ആൾക്കാർ നടന്നൊരു കാലഘട്ടം. അങ്ങനെയുള്ള ഒരു സംഭവത്തിന് 4ാം ക്ലാസ് വിദ്യാഭ്യാസം ഇവിടെ ഉണ്ടാവാൻ. പക്ഷേ ആ ഒരു തലമുറക്ക് വിദ്യാഭ്യാസം ഇല്ല. പിൻതലമുറക്ക്
തങ്ങൾക്ക് ലഭിക്കാതെ പോയ വിദ്യാഭ്യാസം ലഭിക്കണം എന്നില്ലേ അവർക്കൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിം ലീഗ് ഒരുപാട് സമയം. നേരത്തെ ചോദിച്ചല്ലോ ലീഗിന് എന്താ ചെയ്തു ചോദിച്ചല്ലോ. ലീഗ് ചാറ്റില്ല, അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങണം വിദ്യാഭ്യാസ രംഗത്തിലെ ഒരു അന്ന് 7ാം ക്ലാസ് കഴിഞ്ഞാൽ മുസ്ലിം പെൺകുട്ടികളെ കല്യാണം കഴിച്ചയക്കണ അവസ്ഥയിന് 8ാം ക്ലാസ്സിൽ പെൺകുട്ടികളെ കിട്ടില്ല. അതിനാണ് CH സ്കോളർഷിപ്പ് ഉണ്ട്. അങ്ങനെയൊന്നും എല്ലായിടത്തും നോക്കിയാൽ ഇന്ന് എല്ലാ കലാലയങ്ങളിലും 80% പെൺകുട്ടികളായി, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഒരുപാട് പുരോഗതി. അങ്ങനെ ഈ വെള്ളാപ്പള്ളി പോലുള്ള ഒരു മലപ്പുറത്ത് ഒരു ശ്വാസം മുട്ടലാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് അയാൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അത് ഈ 90 കഴിഞ്ഞാൽ ആൾക്കാർക്ക് വലുത് പറയാൻ പറ്റും. അതാണ് അതിനൊക്കെ മലപ്പുറം വിഭജിക്കണം എന്നൊരു സാധനം ഉണ്ടല്ലോ. അതുണ്ടാവുമല്ലോ. ഈ ഇങ്ങനെ പോപ്പുലേഷനൊക്കെ കൂടുമ്പം ഇപ്പോൾ 46 ലക്ഷം പോപ്പുലേഷൻ വന്നല്ലോ. അപ്പം വിഭജിക്കുന്നത് സ്വാഭാവികമായിട്ട് പറയാമല്ലോ. അതൊരു ഭരണപരമായ സൗകര്യത്തിന് വേണ്ടിയിട്ട് ആളുകൾ പറയുന്നതാണ്. മലപ്പുറത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ മലപ്പുറത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താ? ഫുഡാണോ? മലപ്പുറത്ത് ഫുഡ്, മലപ്പുറത്തുകാർക്ക് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും ഫുട്ബോളാണ് ഞങ്ങളുടെ ജീവൻ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയർ ഏതാ? അത് ആദ്യം പെലേനി. പെലെ. അവിടുന്ന് കൊണ്ട് വരണം. ഇപ്പോഴത്തെ ഞങ്ങൾക്കൊക്കെ അല്ലേ മെസ്സിയും എംബാപ്പയൊക്കെ ആയത്. അന്ന് മുമ്പ് വലിയ വലിയ കളിക്കാരുണ്ടായിരുന്നല്ലോ. ഏത് കളിക്കാരൻ? പെലെയായിരുന്നു ഇഷ്ടം? അന്ന് പെലെയാണ്. അന്ന് പെലെയാണ് ഫുട്ബോൾ രാജാവ്. പിന്നീട് ഇങ്ങനെ വന്നിട്ടാണ് മെസ്സി വന്നു, പിന്നെ റൊണാൾഡോ വന്നു, പിന്നെ എംബാപ്പെ വന്നു. ഇപ്പം ഞാൻ എംബാപ്പിൻ്റെ ആളാണ്. ക്രിക്കറ്റ് ഞാൻ അങ്ങനെ കാണാറില്ല. ഞാൻ ആദ്യമൊക്കെ ക്രിക്കറ്റ് കണ്ടിരുന്നു. ഇപ്പം പിന്നെ എന്നും ക്രിക്കറ്റ് തന്നെയാണ് കളി. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനല്ലായിരുന്നെങ്കിൽ ഏത് ഫീൽഡിലേക്കായിരിക്കും PK ബഷീർ സാഹിബ് പോയിട്ടുണ്ടാവുക? അല്ല, ഞാൻ കച്ചവടക്കാരനായിരുന്നല്ലോ. കച്ചവടവും കാര്യങ്ങളും ബിസിനസ്സും കാര്യങ്ങളായിട്ടൊക്കെ നടന്നിരുന്നു. നിങ്ങളങ്ങനെ നമ്മൾ വലിയൊരു വിദ്യാഭ്യാസം ഇല്ലാത്ത നിങ്ങൾ വിചാരിക്കണ്ട. ഞാൻ മദ്രാസ് സൈക്കോളജി സ്കൂളിൽ പഠിച്ച മനസ്സിലാണ്. അതറിയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ ഉണ്ട്, മനസ്സിലായോ? നോക്കിട്ടാ ഇരിക്കുന്നേന്ന്. വാട്ട് ഹാപ്പൻ ടു യു? ആരാണത്? പരിപ്പുവട കട്ടൻ ചായ. പരിപ്പുവട കട്ടൻ ചായ. അതെ. ഓക്കെ. ഒരു പ്രതിക്രിയാവാദവും കൊളോണിയലിസവും ഒക്കെ ചേർത്ത് മലപ്പുറം ഭാഷയിൽ ഒരു അത് EP ജയരാജൻ പറഞ്ഞില്ലേ, കട്ടൻ ചായയും പരിപ്പുവടയും എന്നല്ല കഴിക്കണ കമ്മ്യൂണിസ്റ്റ് അല്ല ഇപ്പം എന്നല്ലേ പറഞ്ഞത്. അത് EP ജയരാജൻ പറഞ്ഞു. EP ജയരാജൻ അത് സത്യം ആണ് പറഞ്ഞു. സത്യം തുറന്ന് പറഞ്ഞ ഒരാളാണ് അയാൾ. ഉള്ളത് പറഞ്ഞോളൂ. നമ്മൾ നല്ല സുഹൃത്താ, ചങ്കാണ്. നല്ല സുഹൃത്ത്. അയാൾ യാഥാർത്ഥ്യം പറഞ്ഞോളൂ. ശരിയല്ലേ? ഇപ്പം ആരെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ കട്ടൻ ചായയും പരിപ്പടിയും കുടിച്ചിട്ടുണ്ടോ? പക്ഷെ അതൊരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു കട്ടൻ ചായയും പരിപ്പുവടയും. അതൊരു കാലമുണ്ട്. ഒരു കാലത്ത് ഇപ്പോൾ നമ്മളെ പേരിലൊക്കെ പണ്ടൊക്കെ തന്നെ ചായപ്പൊടിയും പഞ്ചസാരയും കൂട്ടിക്കാണ്ടാണ് ചായ ഉണ്ടാക്കി തന്നീന്. ഇപ്പോൾ ചായപ്പൊടി അല്ല, സോറി, ശർക്കരപ്പൊടി, ചായപ്പൊടി അല്ല, ശർക്കരപ്പൊടി, പഞ്ചസാരയും കൂട്ടി. ഇപ്പോൾ ശർക്കരപ്പൊടി കാണുന്നുണ്ടോ? ഇപ്പോൾ പഞ്ചസാര ആയില്ലേ? അങ്ങനെ പോവും. പണ്ട് നല്ല പാലിട്ടിന്, ഇപ്പം എല്ലാവർക്കും പാൽപ്പൊടി ആരും മതി. കാലം മാറിയില്ലേ? അപ്പൊ അതിനനുസരിച്ച് UDFന്റെ എന്തോ ഒരു മീറ്റിംഗ്, ഈറ്റിംഗ് ആൻഡ് മീറ്റിംഗ് അടുത്തൊരു പരിപാടി ഉണ്ട്. UDF നേതാക്കളുടെ മീറ്റിങ്ങുകളൊക്കെ ആദ്യം ഈറ്റിംഗ് ആണ്, പിന്നെയാണ് മീറ്റിംഗ്. അപ്പൊ അങ്ങനെ ഭക്ഷണപ്രിയരായ നേതാക്കളാണോ UDFിലുള്ളത്? അതെ, ഈറ്റിംഗ് മീറ്റിംഗ് ഞങ്ങളെ എതിരാളികൾ വരേണ്ടതാ. അതെന്താ വെച്ചാൽ മനുഷ്യൻ്റെ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ 5 ആൾ 10 ആൾ കൂടി ഒരു മീറ്റിംഗ് കൂടിയാൽ ഒരു ഭക്ഷണം കഴിക്കണമല്ലോ, അതൊരു ബന്ധം ഉണ്ടാവുമല്ലോ. മറ്റത് 72 മണിക്കൂർ 3 ദിവസം മീറ്റിംഗ് കൂടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചായ കൂടി കൊടുക്കാതെ പോകണവര് ഓരോ പാർട്ടിക്കാരെന്ത് പറയാനാ? നമ്മൾ സൗഹൃദം ഉണ്ടാകണ്ടേ? വെള്ളം കൊടുക്കാതെ അതല്ല, ഞാൻ ചായയും കണ്ടി തന്നെ വെള്ളത്തിന് വെച്ചത്. അതായത് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഷയിൽ പറഞ്ഞതാ. വന്നവർക്ക് ചായയും വെള്ളം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് ഭക്ഷണം കൊടുക്കാന്നില്ലതാണ്. ഭക്ഷണം കൊടുക്കണം. അതൊരു സൽക്കാരാ, അതൊരു ആദിത്യ മര്യാദയാണ്. അത് ഈറ്റിംഗ് ആൻഡ് മീറ്റിംഗ് തന്നെയാണ്. ശരിയാണല്ലോ, അതൊക്കെ അങ്ങനെ തന്നെ നടക്കുള്ളൂ. മീറ്റിംഗ് ഉണ്ടാവും, മീറ്റിംഗ് ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ നടക്കാനിരിക്കുകയാണ്. LDFനെ നേരിടാൻ പോകുമ്പോൾ UDF നേരിടുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് എന്തായിരിക്കും? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും UDF നേരിടാൻ പോകുന്നത്? UDF ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നത്. അപ്പൊ ഒന്നും പ്രശ്നമായിട്ട് പോകില്ല. ഞങ്ങൾ ജയിച്ചു വരും. ജനങ്ങൾ കാത്തുകെട്ടും. മാറ്റത്തിന് വേണ്ടി കേരളത്തിൽ ജനങ്ങൾ കാത്തുകളടക്കം. സർക്കാരിന്റെ ക്യാമ്പയിൻ കണ്ടിട്ടുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും പത്രം തുറന്നു കഴിഞ്ഞാൽ ഒരു 3 പേജിലെങ്കിലും സർക്കാരിന്റെ പരസ്യം ഉണ്ടാവും. എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും എന്റെ തല, എന്റെ ഫുൾ ഫിഗർ എന്നുള്ള അങ്ങനെ ഒരു സാധനമാണ്. അപ്പം നാട്ടുകാരെ നികുതി പണം എടുത്തുകൊണ്ട് പരസ്യം കൊടുക്കല്ലേ? PR 200 കോടി റുപ്യല്ലേ PR വർക്കിന് വേണ്ടി കണ്ട് ആരും ചെയ്തില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു PR വർക്ക് ഉണ്ടായിട്ടില്ല. പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഇത് PR, കിപ്പിന്റെ ഫണ്ടെടുത്ത് കണ്ട് PR വർക്ക്, ഏത് വർക്ക് കൊടുത്തത് നിങ്ങൾ നോക്കി. ഒരു തുരങ്കപാതക്ക് 3 ഉദ്ഘാടനം. അതിന് എത്ര പരസ്യമായി? ആദ്യം തുരങ്കപാത കഴിഞ്ഞ 2017-18 ഒന്ന് ഉദ്ഘാടനം ചെയ്തു.
അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 മാസം മുമ്പ് ഒന്നും ഉദ്ഘാടനം. ഇപ്പോൾ പാറ പൊട്ടിക്കണേന് ഉദ്ഘാടനം. അങ്ങനെയാണല്ലേ UDF ഇപ്പോൾ PR വർക്കിന് ഫണ്ട് മാറ്റി വെച്ചിട്ടില്ല? PR ഇത് ഗവൺമെൻറ് ഫണ്ടാണല്ലോ, നാട്ടുകാർ നികുതി പണം. നിങ്ങൾ ഇന്ത്യ ഒക്കെ നികുതി പണമാണത്. ആ പൈസ എടുത്തുകാണ്ടാണ് പാർട്ടി വേറെ വെക്കണം. അല്ലാതെ നാട്ടുകാർ പൈസ എടുത്തുകാണ്ടല്ല PR വർക്കർ അടുത്തത്. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുവാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? സാധ്യതയുള്ളത് ആരായിരിക്കും? കോൺഗ്രസ് തീരുമാനിക്കും, കോൺഗ്രസ് ഹൈക്കമാൻഡ്. എന്നാലും ഏകദേശം ഒരു പക്ഷേ സൂചന. മക്കളെ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടൂല കുട്ടികളെ. നിങ്ങളെ എന്ത് വിചാരിച്ചിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രി ഉണ്ടാവും. കോൺഗ്രസിൽ പ്രാപ്തനായ ആൾ വരും. കോൺഗ്രസ് ആഗ്രഹം ഉണ്ടാവില്ല ഇന്ന ആള് വന്നാൽ നന്നായിരിക്കും. അതിപ്പോൾ ഇങ്ങോട്ട് പറയാൻ പറ്റൂല. അങ്ങനെ അർഹതപ്പെട്ട കുറെ ആൾക്കാരുണ്ടോ ആ ലിസ്റ്റിൽ ആരെങ്കിലും? കോൺഗ്രസിൽ ഒരുപാട് സമ്പന്നരായ നേതാക്കളുണ്ടല്ലോ. എല്ലാവരും കഴിവും പ്രാപ്തിയുള്ള ആൾക്കാരായിരിക്കും. അതിന്റെ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഒരു 10 ലീഗിന്റെ മുഖ്യമന്ത്രി വരണമെന്ന് ആഗ്രഹമില്ലേ? അതിപ്പോ ഇല്ല. അത് ലീഗ് മുഖ്യമന്ത്രി ആയിരുന്നു, CH മുഖ്യമന്ത്രി ആയിരുന്നു. ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയത്തിലും കോൺഗ്രസ് ആണ്. ഞങ്ങളും കോൺഗ്രസിന്റെ മുന്നണിയിൽ കോൺഗ്രസിനായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനം. അപ്പൊ അത് ഏറ്റവും അധികം സീറ്റ് കിട്ടിയ അതിലെ വലിയ കക്ഷിക്കാണ് അതിന്റെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുള്ളൂ. നമ്മൾ വെറുതെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ലീഗിൽ ഇത്തവണയും 5 മന്ത്രിമാർ കാണുമോ? അത് ഒന്നിപ്പോൾ പറയാൻ പറ്റൂല. കാരണം അതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ജയിച്ചു വന്നു കണ്ട് ഇതിനൊക്കെ നോക്കിയിട്ട് അപ്പോഴത്തെ ഒരു അനുസരിച്ച് എത്ര മന്ത്രിസ്ഥാനം കിട്ടും, എത്ര കിട്ടും, എന്തൊക്കെ കിട്ടും എന്നൊക്കെ അപ്പോഴേ പറയാൻ പറ്റും. അത് ആലോചിക്കും, അത് പാർട്ടി നേതൃത്വം ആലോചിക്കും. ഒന്നും പറയത്തില്ലെന്ന് ഉറച്ചു നിൽക്കണല്ലേ? അത് പാർട്ടി നേതൃത്വം ആലോചിക്കും. കുട്ടികളെ 5 മന്ത്രിമാർക്ക് വേണ്ടിട്ട് ഒരു ബഹളമൊക്കെ ഉണ്ടാക്കിയില്ലേ? ഇപ്പൊ ചോദിക്കാൻ പേടിയുണ്ടോ? അത് 5 മന്ത്രിമാർക്ക് വേണ്ടി ഒരു ബഹളമൊക്കെ ഉണ്ടാക്കിയില്ലേ? ഇപ്പൊ ചോദിക്കാൻ പേടിയുണ്ടോ? അതൊന്നുമില്ലല്ലോ. പേടി ആർക്ക്? എന്തിനാ പേടിച്ചിട്ട് ആവശ്യം? കോൺഗ്രസേ ഈ പഴയ ഈ കൂട്ടുകെട്ട് അല്ലെങ്കിൽ പഴയ ബഹളമൊക്കെ വിട്ടിട്ട് ഇപ്പം സെറ്റായി ഈ ടീം UDF ഈ പ്രതിപക്ഷ നേതാവ് പറയുന്ന പോലെ ആയിട്ടുണ്ടോ? ഉണ്ടല്ലോ, 100% ടീം UDF ആണ്. നിങ്ങൾ ആലോചിച്ച് കോൺഗ്രസ് മറ്റൊരു കാര്യം, കോൺഗ്രസ് പിന്നെ ജനാധിപത്യ പാർട്ടിയാണ്. അപ്പോൾ അതിന് ആളുകളെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയും കോൺഗ്രസ്സുകാർ. അത് കോൺഗ്രസിൻ്റെ ഒരു ഇതാണ്, ഒരു ശൈലിയാണ്. ഒരു ഘട്ടം വന്നാൽ എവിടെയെങ്കിലും വന്നാൽ അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കും. അത് കോൺഗ്രസ്. അതാണ് ടീം UDF എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. പക്ഷെ ആൾക്കാർ നമ്മൾ പുറത്തേക്ക് കാണുമ്പോ ഷാഫി പറമ്പിലായിട്ടൊക്കെ ഒരു ഷാഫി പറമ്പിലെ വിളിക്കാൻ പിണക്കം, മൈക്കിന് വേണ്ടി അടി. അത് മൈക്കിന് വേണ്ടുന്നല്ല. അത് ആൾ വിളിച്ചപ്പോൾ ഷാഫി ഞാൻ പ്രസംഗിക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ ചെയർമാൻ നിങ്ങൾ എന്തായാലും പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. അതിനെ വിളിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നിർബന്ധിക്കുന്നതിന്റെ ഒരു അടിയായിരുന്നു അവിടെ കണ്ടത്. UDF വളരെ സെറ്റാണ്, നല്ല ഇതിലാണ്. ഈ കോൺഗ്രസ് വേദികളിൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇടിച്ചു തള്ളി നിൽക്കുന്നത്? ഒരു ഗ്യാപ്പില്ലാതെ ഇങ്ങനെ തെള്ളി നിൽക്കും എല്ലാവരും കൂടെ. അതെന്തായിരിക്കും? ഞങ്ങൾക്ക് എല്ലാവരും ഒരുമിച്ച് നിർത്തേണ്ടത് കൊണ്ടാണ്. അതെ, വലിയൊരു പാർട്ടിയല്ലേ. അപ്പൊ എല്ലാ നേതാക്കളും ഇങ്ങനെ ഷോക്കേസ് ചെയ്യണമെന്ന് അവിടെ ഒരു നിർബന്ധം. അല്ല, എല്ലാവരും ഉണ്ടാവും. പിന്നെ മനുഷ്യന്മാരല്ലേ, ഓരോരുത്തർക്ക് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. ചിലര് മുന്നിൽ വരും, ചിലര് പിന്നിൽ നിൽക്കും. അതൊക്കെ അതിലുണ്ടാവുമല്ലോ. ചിലർക്ക് നടുവിൽ കുറച്ച് പിണക്കക്കാരാണോ? ഏയ്, അവർക്ക് ആ പിണക്കല്ല കേട്ടോ. നമ്മളെ കണ്ട് നിൽക്കുന്ന വേണ്ട. അവർ പറയുന്ന വർത്താനം കേട്ട് അവർ പിണങ്ങി നിൽക്കുന്നത് തോന്നണ്ട. അത് പറഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ കുറേയൊക്കെ മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുറേ സമാധാനം കിട്ടുമല്ലോ. അടുത്തത് VD സതീശൻ. VD സതീശനെ പറ്റി ഓർക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ നന്നായി പഠിക്കണ, കാര്യങ്ങളെ പറ്റി നല്ല അവബോധമുള്ള നല്ലൊരു വായനക്കാരനാണ്. ഞാൻ മനസ്സിലാക്കി VD എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിനെ പറ്റിയും ശരിക്ക് കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കും. അത് ഞാൻ ഒരു അധികാര സ്ഥാനത്ത് ആയാലും ശരി, ഇല്ലെങ്കിലും ശരി, ഞാൻ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നന്നായിട്ട് വിമർശിക്കുകയും ചെയ്യും. കാര്യങ്ങളൊക്കെ നന്നായിട്ട് അവതരിപ്പിക്കും. അണികൾക്കിടയിൽ പറയുന്ന പോലെ തന്നെ VD സതീശൻ ഇനി മുഖ്യമന്ത്രിയാകുമായിരിക്കുമോ? അല്ല, അതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആര് മുഖ്യമന്ത്രിയാവുന്നതിന് കോൺഗ്രസ് തീരുമാനിക്കും. അതിപ്പോൾ രാഹുൽജി മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്ത് മീറ്റിങ്ങിന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആദ്യം നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്ക്, ജയിച്ചു വന്നിട്ട് ഒറ്റ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാറുണ്ട്. അപ്പൊ ഈ പറഞ്ഞ സ്നേഹത്തള്ളൊന്നും ഇനി ഉണ്ടാവില്ലായിരിക്കില്ലേ അവിടെ? സ്നേഹത്തള്ളം ഉണ്ടല്ലോ, അത് സ്റ്റേജിലല്ലേ, അവിടെ ഉണ്ടാവില്ല. അവിടെ ഉണ്ടാവാല്ലോ. വീടിനെ പറ്റി പറയണമെങ്കിൽ നമ്മൾ ഏതാണ്ട് ശൈലി പറയുന്നല്ല, അയാൾ എല്ലാം കൊണ്ട് 100% പെർഫെക്റ്റാണ്. എല്ലാം കണ്ടു. പിന്നെ നിലപാടുകളുള്ള ഒരാളാണ്. ഒരു നിലപാട് ഉള്ള ആളുകളാണ്. ചില കാര്യങ്ങളൊക്കെ നിലപാടെടുത്താൽ നിലപാട് തന്നെ ഉറച്ചു നിൽക്കും. അത് തനിക്ക് പരിക്ക് പറ്റണമെന്നുള്ളതല്ല, ആ നിലപാടിനാണ് പ്രാധാന്യം കൊടുക്കുക. ഈ ഏറനാട് മണ്ഡലത്തിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞു എന്നാണോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും കൂടുതൽ ചെയ്യാനുണ്ടെന്നാണോ? ഒരു സ്വപ്ന പദ്ധതി എന്തെങ്കിലും? സ്വപ്ന പദ്ധതി പറഞ്ഞാൽ കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. എവിടെയും ഇത് അവസാനിക്കില്ലല്ലോ. അപ്പോൾ ഈ അറിവ് എന്ന സാധനം നമ്മൾ തേടി പോകണല്ലോ. അറിവ് അവസാനിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഒരു വികസന കാര്യം എന്ന് പറഞ്ഞാൽ 100% നമുക്ക് പൂർത്തീകരിച്ചെന്ന് പറയാൻ കഴിയില്ലല്ലോ. പുതിയ കാലത്തിനനുസരിച്ച് പുതിയ വരും. പണ്ടൊക്കെ റോഡെന്നതിന് ചെറുങ്ങനെ താറ് ചെയ്താൽ കൊടുത്താൽ മതിയാണ്. ഇപ്പം എല്ലാവർക്കും എന്തായത് റബ്ബറൈസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു മാറ്റമായില്ലേ.
അപ്പോൾ പിന്നെ ഇരുന്ന് ആ മേഖലയിലേക്ക് പോകും. പണ്ട് ആരോഗ്യം ഇത് പറഞ്ഞാൽ ആശുപത്രിയിലെ കെട്ടിടം ചെറിയ കെട്ടിടേന് ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും വേണം. അപ്പോൾ അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏറനാട് മണ്ഡലത്തിൽ ഒരു 70% ആയിട്ടുണ്ട്. ഒരു സ്വപ്ന പദ്ധതി എന്തെങ്കിലും മുന്നോട്ട് വെക്കാൻ സ്വപ്നത്തിലൊക്കെ എന്തെങ്കിലും സ്വപ്ന പദ്ധതി പറഞ്ഞാൽ ആളുകൾക്ക് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ തൊഴിലോടനുബന്ധിച്ച് അവർക്കൊരു വരുമാനം കിട്ടുന്ന രൂപത്തിൽ. കാരണം ആളുകളൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയുള്ളൂ കുട്ടികളൊക്കെ. അവരൊക്കെ നാട്ടിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനം കൊണ്ടുവരണമെന്നുള്ള ഒരാഗ്രഹം ഉണ്ട്. മണ്ഡലത്തിൽ നിന്ന് ഒരു എതിർപ്പ് വന്നിട്ടുണ്ടോ ബഷീർ സാഹിബിനെതിരെ? എങ്ങനെ അത് തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന സ്ഥാനാർത്ഥി എതിരാവൂലേ? അപ്പോൾ എതിരാളുണ്ടാവില്ലേ? അങ്ങനെ ഏറനാടിന്റെ കൽബില് ബഷീർ സാഹിബ് തന്നെയാണോ? അല്ല, നാട്ടുകാർക്ക് ഇഷ്ടമുണ്ടായിട്ടാണല്ലോ ഞാൻ 3 പ്രാവശ്യം ജയിപ്പിച്ചത്. ഞാൻ ആദ്യം നിന്നപ്പോൾ 11,000 വോട്ടിന് അയച്ചു, രണ്ടാമതപ്പോൾ ഞാൻ 13,000 വോട്ടിന് അയച്ചു, മൂന്നാമതപ്പോൾ ഞാൻ 22,500 വോട്ടിന് അയച്ചു. അപ്പോൾ ജനങ്ങൾക്ക് തന്നെ ഇഷ്ടമായിട്ട് ചെയ്തത്. അപ്പൊ അടുത്തറിയുന്നവരെ എന്താണ് വിളിക്കുന്നത്? MLA എന്നാണോ ബഷീർക്കാന്നാണോ? എന്തായിരിക്കും വിളിക്കുക? ചിലവർ ബഷീർക്കാന്ന് വിളിക്കും, ചിലർ ബഷീറായി വിളിക്കും, ചിലർ MLA എന്ന് വിളിക്കും. അതിനുള്ളൂ. ബാബാന്റെ മോൻ തന്നെ അതേ ശൈലിയാന്ന് പറഞ്ഞവരൊക്കെ ഉണ്ടോ? അതൊക്കെ ഉണ്ട്, ഉണ്ടാവുമല്ലോ. അങ്ങനെയാണല്ലോ. നമ്മൾ സംസാരിച്ച് വന്നപ്പോൾ സീതി സാഹിബിനെ കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മകളിലേക്ക് വന്നിട്ടില്ല. അദ്ദേഹം എത്രത്തോളം ഈ ഒരു രാഷ്ട്രീയമായി പരുവപ്പെടുത്താൻ എത്രത്തോളം ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ട്? എൻ്റെ രാഷ്ട്രീയ ഗുരു എൻ്റെ വാപ്പയാണ്. എൻ്റെ വാപ്പ സാധാരണക്കാരായിട്ട് ജനിച്ചതാണ്. സാമ്പത്തികമായിട്ട് വലിയ കഴിവൊന്നുമില്ലായിരുന്നു. അതേപോലെ സ്വയം പ്രയത്നം കൊണ്ട് കച്ചവടമൊക്കെ ചെയ്ത് കണ്ട് വന്നതാണ്. എൻ്റെ വാപ്പയ്ക്ക് LP വിദ്യാഭ്യാസം ഉള്ളത്, 4ാം ക്ലാസ് ഉള്ളത്. എൻ്റെ വാപ്പയാണ് കേരള നിയമസഭയിൽ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത LP എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും നോക്കിയപ്പോൾ അതിന് നിർവചനം ലോവർ പ്രൈമറി. വാപ്പ പറഞ്ഞ എൻ്റെ LPക്ക് ലോകപരിചയം എന്ന് അതിന് നിർവചനം കൊടുത്ത ആളാണ് എൻ്റെ വാപ്പ. ഈ വാപ്പാനെ കൊണ്ട് പറഞ്ഞപ്പോഴേ പണ്ടൊരു കുംഭകോണ കേസിൽ ഇത് വന്നപ്പം പുള്ളീൻ്റെ അടുത്താണ് എല്ലാവരും മകനെ കുറിച്ച് ചോദിക്കുന്ന. ആ സമയത്ത് പുള്ളി പറയുന്നുണ്ടായി എന്താ ഒരാൾക്ക് മാത്രമേ അപ്പനുള്ളൂ എന്നൊരു സാധനം. അത് ശരിയാണ്. അത് പത്രക്കാരിങ്ങനെ എഴുതിയപ്പോൾ ഒരു കേസിനെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ ഒരുത്തിന് മാത്രമേ തന്നുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലായി. അല്ല, ഞങ്ങളൊക്കെ സീതി ഹാജിന്റെ ഇത്തരം കഥകളൊക്കെ ഫലിതം ഗൗരവമേറിയ വിഷയങ്ങളായാലും ഫലിതങ്ങളായാലും കേട്ടറിയാൻ വായിച്ചറിയാൻ മാത്രം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഒരു ഭയങ്കര വാപ്പയോട് കൂടെയുള്ള ഭയങ്കര ഒരു നല്ല മെമ്മറി എന്താണ്? ഒരു വാപ്പ ഒരു അസാധാരണമായിട്ട് ഒരു കോമൺ സെൻസിലുള്ള ഒരാളെ. പെട്ടെന്ന് കാര്യങ്ങൾക്ക് പ്രതികരിക്കും, പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് തീരുമാനം വരും. പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ആളായിരുന്നു. പ്രായോഗികമായിട്ട് കാര്യം. വാപ്പാനെ പറ്റി ഒരുപാട് കഥകളുണ്ട്. വാപ്പ പറയാത്ത പിടിച്ച കഥകളൊക്കെ ഉണ്ട്. വാപ്പാക്ക് വിവരമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കോളേജുകളിലൊക്കെ ഒരുപാട് സീതി ഹാജി കഥകളൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് കഥകൾ വന്നിട്ടുണ്ട്. അപ്പോൾ വാപ്പ പറഞ്ഞതും പറയാത്തതുമായ കഥകളുണ്ട്. പക്ഷെ വാപ്പ അതൊക്കെ ആസ്വദിച്ചില്ല. വാപ്പാൻ്റെ തിയറി എന്ന് വെച്ചാൽ അങ്ങനെയെങ്കിലും കുറച്ച് ആൾക്കാർ എന്നെ കൊണ്ട് ചിരിക്കട്ടെ എന്നുള്ളതായിരുന്നു വാപ്പാൻ്റെ മനോഭാവം. ആ രീതി തന്നെയാണോ ബഷീർ സാഹിബിനും? എനിക്ക് അല്ല, നിയമസഭയിൽ ബഷീർ സാഹിബ് ഇല്ലെങ്കിൽ പിന്നെ ഒരു എന്റർടൈൻമെന്റ് ഇല്ല എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്റർടൈൻമെന്റ് ഞാൻ ചിലപ്പം ഈ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് വരുന്ന മറുപടി. ഒരിക്കലും ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത സുഹൃത്താണ് ശംസീർ ഇങ്ങനെ പ്രസംഗിച്ച് ഇങ്ങനെ കാട് കയറി പ്രസംഗിച്ചപ്പോൾ ഞാൻ എണീറ്റ് ചോദിച്ചു, ശംസീറെ ഏട്ടത്തിന് നിർത്തി അഞ്ചത്തേക്ക് കല്യാണം ആലോചിച്ചിട്ട് എന്നോട് തെറ്റിയിലെന്താ കാര്യം എന്ന് ചോദിച്ചു. അത് നമ്മളൊരു ആ സമയത്ത് വരുന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ വീണ ജോർജിനും മന്ത്രിനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ മന്ത്രി അവിടെ ഇരിക്കും, നിങ്ങൾ സബൂറാക്ക്, നിങ്ങൾ വന്നുകൂടിയ കമ്മ്യൂണിസ്റ്റ് ആണ്. പിന്നെ ഹർകിഷൻ സിംഗ് സുർജിത്ത് പറയാൻ പറ്റാതെ ഷംസിറ ശരിയായി പറഞ്ഞാൽ 1000 രൂപ തരാന്ന് പറഞ്ഞൊരു സംഭവം ജലീലിനോട് ഇതേപോലെ ഇവൻ ആരെ എന്നെ പറ്റി പറയാന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് തുടക്കങ്ങൾ പറഞ്ഞു. അത് നമുക്ക് വിവരമില്ലാന്ന് ഒരാൾ പറഞ്ഞാൽ നമ്മളെ വിവരമില്ലാതെ മറ്റുള്ളവരല്ല കണക്കാക്കല്. നമുക്ക് ഓരോരുത്തർക്കും ഒരു ഐഡന്റിറ്റി ഉണ്ടാവില്ലേ. പണ്ടെങ്കിൽ സീതി ഹാജി, കെ കരുണാകരൻ, EK നായനാരൊക്കെയുള്ള സമയത്ത് ഈ സഭ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇങ്ങനത്തെ ഇവരൊക്കെ തമ്മിലുള്ള സംസാരം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫലിതം, തമാശ, പൊട്ടിച്ചിരികളൊക്കെ ഉള്ള അങ്ങനത്തെ ഗൗരവമേറിയ തീക്ഷ്ണമായ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോഴും കുറച്ചുകൂടി ലൈറ്റായിട്ട് ഇവർ ഇങ്ങനത്തെ സഭയിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ അന്ന് പറയുന്ന തമാശകൾ ഇന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൂട്ടത്തലായിരിക്കും ഉണ്ടാവുക. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. അന്നത്തെ ഞാനൊക്കെ ഒരുപാട് കാലമായി, 10-40 കൊല്ലമായി ഞാൻ നിയമസഭ നടപടി കാണുന്ന ഒരു വ്യക്തിയാണ്. അന്നത്തെ നേതാക്കന്മാർ, ഇപ്പോൾ നായനാർ നല്ല ഒരു നേതാവായിരുന്നു. നായനാർ ഒരു ഘട്ടത്തിൽ അസംബ്ലിയിൽ ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നായനാർ വാപ്പ എന്താ പ്രസംഗിച്ചത്, നായനാർ എനിക്കും ഇങ്ങൾക്കൊന്നും വിവരമില്ലല്ലോ പറഞ്ഞു. അപ്പോൾ നായനാർ ഇംഗ്ലീഷ് പത്രം എടുത്തുകൊണ്ട് വായിച്ചു. അതിന് വാപ്പ പറഞ്ഞു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ദണ്ഡി യാത്രയോ ഗാന്ധിജിൻ്റെ ഉപ്പ് സത്യാഗ്രഹമൊന്നുമല്ല, ഞാനും നായനാരും ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയപ്പോഴാണ് ബ്രിട്ടീഷുകാർ രാജ്യം വിട്ടു പോയത്. അപ്പം അത് അത് ഞാനും നായനാരും ഒരാൾ മാത്രമല്ല, അദ്ദേഹത്തെയും കൂട്ടി മറ്റാളെയും കൂട്ടി. അന്ന് ഒരുപാട് ആളുകൾ ഇതുപോലെ ധർമ്മത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഈ ലോനപ്പം തമ്പാടം മാഷുണ്ടായിരുന്നു, പിന്നെ പണ്ട് ചായക്കാടം ഉണ്ടായിരുന്നു, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു ഇത് കാണുന്നില്ല. ഇന്നത്തെ ഒരു മാറ്റം ഞാൻ കാണുന്നത് വെച്ചാൽ അന്ന് നല്ല വ്യക്തിബന്ധങ്ങളുണ്ടായിരുന്നു.
രണ്ട് പാർട്ടികൾ. ഇന്ന് സ്വന്തം പാർട്ടിക്കാരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത് അറിയില്ല. മറ്റേത് അന്ന് അങ്ങനെയല്ല. അന്ന് എല്ലാവരും നല്ല ബന്ധം, ഒരു വ്യക്തിബന്ധമുണ്ട്. രാഷ്ട്രീയമുണ്ട് ഈ പറഞ്ഞ മാതിരി നന്നായിട്ട് വിമർശനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അന്ന് നല്ലൊരു ബന്ധങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ കാലം പറയും. ഭരണപക്ഷത്തെ നിലവിലെ വകുപ്പ് അനുസരിച്ച് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? എന്നെ കൊണ്ട് തന്നെ പറയിച്ചണോ? ഞാൻ തന്നെ അല്ല, ഭരണത്തിൻ്റെ നല്ല വകുപ്പ്, നല്ല മന്ത്രി എന്നൊക്കെ പറയണമെങ്കിൽ അങ്ങനെയല്ല. മന്ത്രിമാരുടെ കൂട്ടത്തിൽ പ്രായോഗിക സമീപനമുള്ള മന്ത്രിമാരുണ്ട്, ചിലത് തിയറിറ്റിക്കായിട്ട് മാത്രം പോണ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള കുറേ മന്ത്രിമാർ ഉണ്ട്. ശിവൻകുട്ടി മിനിസ്റ്ററുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു അത് നല്ലൊരു മനുഷ്യൻ, നിങ്ങളൊരു മാന്യനാണ്. അത് നല്ല മനുഷ്യനാ. ഒരു പ്രായോഗിക സമീപനമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യണ്ടല്ലോ. അതേ ഒരു പ്രായോഗികമാണ്. അതേ കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കും. അല്ലാതെ നല്ലൊരു ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. നല്ല ഒരാളാണ്. പിന്നെ ഒരുപാട് രാഷ്ട്രീയത്തിൽ പാരമ്പര്യമുള്ള ഒരാളാണല്ലോ. ഒരുപാട് കാലമായി അദ്ദേഹം പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണല്ലോ. വാപ്പേന്റെ കാര്യം എടുക്കുമ്പോൾ സീതി സാഹിബ് ബഷീർ സാഹിബിനെക്കാട്ടിലും ഒരു പടി മുന്നേ നിൽക്കും തമാശയുടെ കാര്യത്തിൽ. അപ്പൊ അങ്ങനെ ഒരു ഓർമ്മകൾ എന്തൊക്കെയാണ് പറയാനുള്ളത്? അതെന്ന് വെച്ചാൽ വാപ്പാനെ പറ്റി പല കഥകളുണ്ട്. ഞാൻ തന്നെ വാപ്പാൻ്റെ കഥ പിന്നെ മലയാളത്തിൻ്റെ ഹോജാറിന് കണ്ട് 2004 ഞാൻ മനോരമയുടെ സപ്ലിമെൻറ്റിൽ ഒരു ആർട്ടിക്കിൾ എഴുതി. വാപ്പ പറഞ്ഞതും വാപ്പ പറയാത്തതും കോളേജിലെ കുട്ടികളൊക്കെ വാപ്പാന് പറഞ്ഞു. ഒരിക്കൽ വാപ്പാനെ പറ്റി കോളേജ് കുട്ടികളെ കഥയാണ്. ഇന്ദിരാഗാന്ധി വന്നു, എല്ലാവരും ഇങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ കരുണാകരൻ സാറ് സീരിയാജി എന്ന് പറഞ്ഞു. അപ്പം ഇന്ദിരാഗാന്ധി ചോദിച്ചു, ആറിയു സീരി എന്ന് ചോദിച്ചല്ലോ. അപ്പോൾ അപ്പം ഹറിയോ, നിങ്ങൾ നെഹ്റുവിൻ്റെ ആളല്ലേ എന്ന് പറഞ്ഞു. ആറിയോ നിന്നിൽ ആൾക്കാർ പിന്നെ അതിന് വേറെ നിർവചനം കൊടുത്തു. അതുപോലെ തന്നെ വാപ്പ ഫ്ലൈറ്റിൽ കയറിക്കാണ്ട് എയർ ഹോസ്റ്റസ് വെയിറ്റ് എന്ന് പറഞ്ഞല്ലോ, ലാഡർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വാപ്പന് 62 കിലോ 62 ഇറങ്ങി ചാടിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ കഥകൾ വാപ്പാനെ പറ്റി ഇങ്ങനെ പറഞ്ഞിന്. ഒരിക്കലും വാപ്പ കാറിൽ പോകുമ്പോൾ നാട്ടിലൊരു പാലത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ കാറിൽ പോകുമ്പോൾ അവിടെ നിന്ന് കാറ് വന്നു. അപ്പോൾ ഈ വൺ വേ ആണ്. അപ്പോൾ വാപ്പ വൈപ്പറിട്ട് കാറ് നടുവിൽ എത്തി. അപ്പോൾ മറ്റേ കാറുകാരൻ വന്നു. അപ്പോൾ മറ്റേ പറഞ്ഞു, ഞാൻ ലൈറ്റ് ഇട്ടിക്കണാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ വൈപ്പർ ഇട്ടിക്കണാണ്. അപ്പോൾ പറഞ്ഞു, ഞാനോട് വരണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കഥകൾ വാപ്പാനെ പറ്റിയിട്ടുണ്ട്. പക്ഷെ വാപ്പ അതൊക്കെ ആസ്വദിച്ചിരുന്നു, എല്ലാം ആസ്വദിച്ചു. പക്ഷെ വാപ്പ ധർമ്മത്തിൽ കയറിക്കാണ്ട് വിഷയങ്ങളിലൊക്കെ നന്നായിട്ട്, അതായത് ഉരുളക്കുപ്പേരി മറുപടി പറയുമ്പോഴൊക്കെ ഉണ്ടാവും. അത് വാപ്പാക്ക് പെട്ടെന്ന് വരുന്ന ഒരു ഇതാണ്. പണ്ട് ഈ കടലിൽ മരം വെട്ടിയാൽ എന്താ, അത് ചില കാരണം അത് സുഗമകാരി ചേച്ചിട്ടുള്ള സമയത്ത് വാപ്പ ഇങ്ങനെ ഞങ്ങൾക്ക് ബിസിനസ് ഈ പൂപ്പ് മരം മുറി ബിസിനസ്സായിരുന്നു സർക്കാരിൻ്റെ അതിൻ്റെ കോൺട്രാക്ട്. അപ്പോൾ ഏതൊരു പരാമർശത്തിൽ സീതിയാജെ പോലുള്ള ആൾക്കാരൊക്കെ മരം മുറിച്ചിട്ടാണ് ഇവിടെ വരൾച്ച ഉണ്ടായത് കാരണം. അപ്പോൾ വാപ്പ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അറബിക്കടൽ മഴ എങ്ങനെ ചോദിച്ചു. അവിടെ മഴയില്ലല്ലോ, ഇല്ലല്ലോ. അതുപോലെ ടി.കെ. ഹംസയോ ആരോ ബാപ്പാക്ക് വിളിച്ചൊരു കഥയും കൂടി ഉണ്ട്. അത് വാപ്പ വിളിച്ച് പറഞ്ഞു, എന്തോ പറഞ്ഞപ്പോൾ വാപ്പ പെട്ടെന്ന് വികാരത്തിൽ എൻ്റെ വാപ്പ എൻ്റെ തന്താന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര പാടായി. അപ്പോൾ വാപ്പ പറഞ്ഞു, ഇംഗ്ലീഷിൽ ഫാദർ എന്ന് പറഞ്ഞാൽ അച്ഛനാണ്, ക്രിസ്ത്യാനികൾ പപ്പ എന്ന് പറയും, ചിലർ തന്ത എന്ന് പറയും, ചിലർ വാപ്പ എന്ന് പറയും. അങ്ങനെ വാപ്പ ഇതിൻ്റെ നിർവചനം കൊടുത്തു. ഒരു തമാശയുണ്ട്, നമുക്ക് അൺപാർലമെന്ററി അല്ല, അറബിയാണെന്ന് പറയും. അറിയാലോ, നമുക്ക് പണ്ട് നമ്മുടെ വിവരമില്ലാത്തതാണ് നമുക്കിൻ്റെ ഒരു ഇത്. അതൊരു 80 അസംബ്ലിയിൽ അപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞതാണ്. അന്നൊക്കെ അങ്ങനെയാണ്. ഈ യുവാക്കൾക്കിടയിലെ PK ബഷീർ എന്നുള്ളത് PKB എന്നാണ് അറിയപ്പെടുന്നത്. അതൊരു ബ്രാൻഡാണോ? അത് തന്നെ ഇഷ്ടമുള്ള ചില ആൾക്കാർക്ക് PKB എന്നപ്പോൾ വിളിക്കല്. എല്ലാവരും ഇപ്പം അങ്ങനെ ആയി. ഇപ്പൊ ഫഫ DQ എന്നൊക്കെ പറയുന്നത് പോലെ PKB എന്ന് പറയുന്നത് അങ്ങനെയാണ്. ആൾക്കാരൊക്കെ എല്ലാവരും PKB എന്നാണ് ഇപ്പം പറയല്. അത് നമ്മൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരും നമ്മുടെ എല്ലാ ആൾക്കാരൊക്കെ PKB എന്ന് പറയും. ബഷീർ സാഹിബ് യൂഷ്വലി ഇരിക്കുന്ന ഒരു പരിപാടിയല്ല. അല്ലല്ലോ. പരിപാടിയെ കുറിച്ച് ഞാൻ ശരിയാ, ഞാനിത് ഒന്ന് ചെറുങ്ങനെ നന്ദം വിട്ടു. കാരണം നിങ്ങൾ ഈ 4 എന്താ ചോദിക്കാതെ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഞാനത് ആലോചിച്ചു. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പൊ അതേ ആത്മവിശ്വാസത്തോടു കൂടി തെരഞ്ഞെടുപ്പിന് നേരിടട്ടെ. അതെ, ഏറനാടിന്റെ പുലിക്കുട്ടി അവിടെ തുടരട്ടെ. തുടരുമോ? താങ്ക് യു. തുടരുമോ? താങ്ക് യു. അതങ്ങനെ പറയുള്ളൂ. നല്ല പറയുമ്പോൾ നല്ലത് പറയണ്ടേ, പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആശംസകൾ. ഓൾ ദി ബെസ്റ്റ്.